السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. വന്ദനായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം കബൂലാക്കുമാറാവട്ടെ. റബ്ബിൻ്റെ മാർഗത്തിലായി ദീർഘകാലം ജീവിക്കാനും ആ കാലം അത്രയും അവനിഷ്ടപ്പെടുന്നത് മാത്രം പ്രവർത്തിക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട, നമ്മളുമായി ബന്ധമുള്ള, നമ്മളെ സ്നേഹിച്ച, നമ്മുടെ ഓരോ ചലനത്തെയും ആകാംക്ഷാപൂർവം നോക്കി നിന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ആമീൻ. പ്രാണനെടുക്കുന്ന പ്രണയങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഈ കഴിഞ്ഞ ആഴ്ചയിൽ അത്തരം രണ്ട് കൊലപാതകത്തെക്കുറിച്ച് നമ്മൾ കേട്ടു, മനസ്സിലാക്കി. ഒന്ന്, നമ്മുടെ ജില്ലക്കാരിയാവുന്ന ഒരു സ്ത്രീ കോഴിക്കോട് ഒരു ഹോട്ടലിൽ വെച്ച് കൊല ചെയ്യപ്പെടുന്നു. അവരെ ഹോട്ടലിലേക്ക് കൊണ്ടുപോവുകയും അവിടെ റൂമെടുത്ത് താമസിക്കുകയൊക്കെ ചെയ്ത തൃശ്ശൂർ ജില്ലക്കാരനാകുന്ന ഒരു ആളെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തേത്, കണ്ണൂർ ജില്ലക്കാരനായൊരു യുവാവ് അന്യ സംസ്ഥാനത്തുകാരിയാകുന്ന ഒരു പെണ്ണുമായി പ്രണയത്തിലാകുന്നതും അവരെ ബാംഗ്ലൂരിൽ വെച്ച് കൊന്ന് വിവിധ കഷ്ണങ്ങളാക്കി പല പല ബാഗുകളിലും കേസുകളിലുമൊക്കെയാക്കി തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ച് അവസാനം അദ്ദേഹം പോലീസിന് പിടികൊടുത്ത ഒരു വാർത്തയും. ഇത് ഈ കേട്ട വാർത്തകളിൽ അവസാനിക്കാനുള്ളതല്ല. നമ്മുടെ അനുഭവം അതിനെ തീരെ അംഗീകരിക്കുന്നുമില്ല. മറിച്ച് ദിനംപ്രതി എന്ന വിധം ഇത്തരം അധർമ്മങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ബന്ധങ്ങൾക്ക് മാന്യത കാണാത്തൊരു സമൂഹം വളർന്നു വരികയും ജീവിതമെന്നാൽ ഏതാനും വൈകാരികമായ മോഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണെന്ന് തെറ്റിദ്ധരിക്കുകയും ആത്മീയ ഭാവങ്ങളെയും താല്പര്യങ്ങളെയും വളർച്ചയെയുമൊക്കെ നിരുത്സാഹപ്പെടുത്തുകയും ഇല്ലാതെയാക്കുകയും ചെയ്യുന്ന വിവിധ ആദർശധാരകൾ സംഘടിത രൂപം കൈവരുകയും ചെയ്തതിൻ്റെയൊക്കെ ഫലമായാണ് മനുഷ്യത്വം മറച്ചു പോകുന്ന ഇത്തരം വൃത്തികേടുകൾ നമ്മുടെ ഈ സാംസ്കാരിക കേരളത്തിൽ തന്നെയും വർദ്ധിച്ചു വരുന്നത്. എന്താണ് പ്രണയം? അതിൻ്റെ സാധുത എത്രയൊക്കെയാണ്? അതിൻ്റെ അനർത്ഥങ്ങൾ എന്താണ് എന്നൊക്കെ സവിസ്തരം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. എല്ലാവിധ അധർമ്മങ്ങൾക്കും ഇത് കാരണമാകുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈകാരികമായ താല്പര്യങ്ങളുടെ പൂരണം മാത്രമാണ് ഈ ജീവിതമെന്ന് മനസ്സിലാക്കുന്ന ആളുകളും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സൊസൈറ്റികളും സംഘടനകളും പിന്നെയും പിന്നെയും ഇത്തരം വൃത്തികേടുകളെ ന്യായീകരിച്ചു കൊണ്ടേയിരിക്കും. എം കൃഷ്ണൻ നായരുടെ മുമ്പ് വായിച്ച ഒരു പുസ്തകത്തിലെ വാക്യം ഞാൻ ഓർക്കുകയാണ്. ദേശീയ വനവൽക്കരണത്തെക്കുറിച്ചാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്. അങ്ങനെ നമ്മുടെ നാടുകളിലൊക്കെ കുറേ മരത്തൈകളൊക്കെ വിതരണം ചെയ്ത് നാട്ടിലാകെ മരം വെച്ച് പിടിപ്പിക്കുന്ന ഒരു സീസൺ ഉണ്ടായിരുന്നു.
അതേക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് വളരെ ആവശ്യമാണ്. കാരണം സിനിമയിൽ മരം ചുറ്റി കളിക്കണം എന്നുണ്ടെങ്കിൽ, പ്രണയിക്കണം എന്നുണ്ടെങ്കിൽ മരം ആവശ്യമാണല്ലോ എന്നാണ്. വളരെ ലളിതമാണ് ഈ കാര്യം എന്ന് നമുക്ക് തോന്നുമെങ്കിലും വളരെ അർത്ഥവത്തായ ഒരു സംഗതിയാണ് അദ്ദേഹം പറഞ്ഞത്. സിനിമകൾ പ്രോത്സാഹിപ്പിക്കുന്നത് മൊത്തം ഈ പ്രണത്തെയും കൂട്ടിക്കുഴച്ചലുകളെയും ചാടിപ്പോക്കിനെയും, ആദ്യമൊക്കെ കുറേ പ്രയാസങ്ങളുണ്ടെങ്കിലും പിന്നെ സിനിമ എന്ന മോഹന ലോകത്ത് വളരെ വിജയകരമായി ബന്ധം മുന്നോട്ട് പോകുന്നതിനെയൊക്കെയാണ്. ഇത് അനുകരിക്കാനാണ് പുതുതലമുറ എപ്പോഴും താല്പര്യം കാണിക്കുന്നത്. ഇതിൻ്റെ ഫലമായി വ്യാപകമായി ഇത്തരം വൃത്തികേടുകൾ നടക്കുന്നു. പലരും കൊലയ്ക്ക് വിധേയരാകുന്നു. ചില കണക്കുകളൊക്കെ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. 2021 വനിതാ ശിശു ക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ നൽകിയ ഒരു കണക്ക് ഞാൻ വായിക്കാം. 2017 മുതൽ 2020 വരെയുള്ള 3-4 വർഷത്തിനിടയ്ക്ക് 350 പെൺകുട്ടികളാണ് പ്രണയത്തിൻ്റെ പേരിൽ ജീവൻ അപഹരിക്കപ്പെട്ടവർ. ഒരു 4 വർഷം കഷ്ടിച്ച് 2017 2020 കൂടിയൊക്കെ ചേർക്കുകയാണെങ്കിൽ തന്നെ 4 വർഷം. ഈ 4 വർഷത്തിനിടയിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ 350 പെൺകുട്ടികൾക്ക് പ്രണയത്തിൻ്റെ പേരിൽ ജീവൻ നഷ്ടപ്പെടുന്നു. 2017 83 പെൺകുട്ടികൾക്കാണ് ജീവഹാനി ഉണ്ടായത്. 2018 19 ഒക്കെ 88, 18 88, 19 93. 2020 ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ മരണപ്പെടേണ്ടി വന്നത്. 98 കേസുകൾ അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ആ കാലയളവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഒരു 4 വർഷത്തിനിടക്ക് ധാരാളം പ്രതീക്ഷകളുമായി ജീവിച്ച മാതാപിതാക്കളുടെ കണ്ണിലുണ്ണിയായിരുന്ന, ഇനിയും പല സാധ്യതകളും മുന്നിലുണ്ടായിരുന്ന 350 പെൺകുട്ടികൾ ജീവൻ അപഹരിക്കപ്പെടുന്നു. അതിൽ മാരകമായ രീതിയിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ടവരുണ്ട്, ആസിഡ് ഒഴിച്ചു കൊല്ലപ്പെട്ടവരുണ്ട്, ദിവസങ്ങളോളം പീഡിപ്പിച്ച് കൊല ചെയ്യപ്പെട്ടവരുണ്ട്. അതല്ലാതെ കുറേയേറെ എണ്ണം ഈ പ്രണയ നൈരാശ്യത്തിൻ്റെയും കാമുകൻ്റെ ഹറാസ്മെൻറ്റിൻ്റെയൊക്കെ ഭാഗമായി ആത്മഹത്യ ചെയ്തവരുണ്ട്. പ്രണയക്കളിക്കിടയിൽ ഗർഭമുണ്ടായിട്ട് സമൂഹത്തിന് മുന്നിൽ മാനം കടയേണ്ടി വരുമല്ലോ എന്ന് കരുതിയിട്ട് ആത്മഹത്യ ചെയ്തവരുണ്ട്. എന്നല്ല, പ്രണയിനിയെ കൊന്ന് സ്വയം ഹത്യ നടത്തിയവരുണ്ട്. ഏകദേശം 94-95% സാക്ഷരതയുള്ള സ്റ്റേറ്റാണ് നമ്മുടെ കേരളം. വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകുകയും ഒട്ടുമിക്ക ആളുകളും ചുരുങ്ങിയത് ഡിഗ്രിയെങ്കിലും വിദ്യാഭ്യാസം ഉള്ളവരുമായ നമ്മുടെ കേരളം. ഇവിടെ കഷ്ടിച്ച് 4 വർഷം കൊണ്ട് ഇത്രമേൽ പെൺകുട്ടികൾ പ്രണയത്തിൻ്റെ പേരിൽ വധിക്കപ്പെടുന്നു, ആത്മഹത്യ ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ഓരോ സംഗതികളും നടന്ന് അവരുടെ ജീവൻ ഹാനിയാകുന്നു. ഇതൊക്കെ കണ്ടാലും കേട്ടാലും പ്രണയത്തെ ന്യായീകരിക്കാനും പിന്നെയും മനോഹരമായി വർണ്ണിക്കാനും കവിതകൾ സൃഷ്ടിക്കാനുമാണ് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് നമുക്ക് പറയാം. ഇസ്ലാമിന് എല്ലാ കാര്യത്തിലും ഉള്ളതുപോലെ ഇത് സംബന്ധമായും വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. ഒരു വിശ്വാസി അത് നിർബന്ധമായും പാലിക്കാൻ ബാധ്യസ്ഥനുമാണ്. സ്നേഹത്തെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച മതമാണ് ഇസ്ലാം. സ്വർഗത്തിൽ പ്രവേശിക്കാൻ പോലും സ്നേഹം അനിവാര്യമാണെന്ന് നബിയായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അവിടുന്ന് പറഞ്ഞ ദീർഘമായൊരു വചനമുണ്ട്, ലൻ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു. വിശ്വാസികളാകുന്നത് വരെ ആർക്കുമേ സ്വർഗപ്രവേശം സാധ്യമല്ല. വലാ തുഅ്മിനു ഹത്താ തഹാബ്ബു. പരസ്പരം സ്നേഹിക്കുന്നത് വരെ, ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളാരും മുഅ്മിനീങ്ങളാകുകയുമില്ല. അവലാ അദുല്ലുക്കും അലാ ശൈഇ. ഞാനൊരു കാര്യം പറഞ്ഞു തരാം. ഇദാ ഫഅൽതുമൂഹു തഹാബബതും. അത് പ്രയോഗവൽക്കരിച്ചാൽ നിങ്ങൾക്ക് അന്യോന്യം സ്നേഹിക്കാൻ കഴിയും. അഫ്ശുസ്സലാമ ബൈനക്കും. സലാം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ സ്വർഗത്തിൽ കയറണമെങ്കിൽ ഈമാന് വേണം. ഈമാൻ പൂർണ്ണമായി ഉണ്ടാവണമെങ്കിൽ പരസ്പരം സ്നേഹിക്കണം. വിദ്വേഷത്തിന്റെ മനസ്സിൽ ഈമാനിന് കുടികൊള്ളാൻ കഴിയില്ല. ഈർഷ്യതയുടെയും അസൂയയുടെയും മനസ്സിൽ ഈമാനിന് പ്രവേശനം സാധ്യമല്ല.
നന്നായിട്ട് വിശാലമായി ചിന്തിച്ച് സമൂഹത്തേക്ക് ഉൾക്കൊണ്ട് അയൽവാസികളെയും സഹോദരന്മാരെയും ഒക്കെ ഇഷ്ടപ്പെട്ട് അങ്ങനെ സ്നേഹം കൈമാറി ജീവിക്കുന്നവർക്കാണ് രക്ഷപ്പെടാൻ കഴിയുക. ചരിത്രത്തെ ഞാൻ ആവർത്തിച്ച് പറയുകയല്ല. മഹാനായ സയ്യിദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിലേറാനുള്ള കാരണം അതാണെന്ന് കൂട്ടുകാര് വീട്ടിലേക്ക് വിരുന്നു പോയി പരീക്ഷിച്ചറിഞ്ഞതാണ്. കൂട്ടുകാർ വിരുന്ന് പോയിട്ട് പരീക്ഷിച്ചറിഞ്ഞതാണ്. സാന്ദർഭികമായി ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. നമുക്കറിയാവുന്ന ചരിത്രമാണ്. ഹബീബായ നബി തങ്ങൾ 3 ദിവസം തുടർച്ചയായി നമ്മുടെ വേദിയിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നയാൾ സ്വർഗത്തിലാണെന്ന് പ്രഖ്യാപിക്കുന്നു. യാദൃച്ഛികമായി 3 ദിവസവും കടന്നു വന്നത് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ആകുന്നു. സഹാബത്തിന് കൗതുകമായി. അദ്ദേഹത്തെക്കുറിച്ച് പിന്നെ മറ്റ് കൂട്ടുകാർ പറയുന്നുണ്ട്, ഞങ്ങൾക്കിടയിലൂടെ സഅദ് ഇങ്ങനെ നടക്കും, ഞങ്ങളിങ്ങനെ മനസ്സിൽ കരുതും സ്വർഗത്തിലൊരു മനുഷ്യൻ നടക്കണമെന്ന്. സഹാബത്തൊന്ന് പരീക്ഷിച്ചറിയാൻ തീരുമാനിച്ചു, എന്താ സഅദ് ചെയ്യുന്ന പ്രത്യേകമായ പ്രവൃത്തി. അവരവിടുത്തെ വീട്ടിലേക്ക് 3 ദിവസം വിരുന്നിന് പോയി. പ്രത്യേകിച്ചൊരു വ്യത്യാസമൊന്നും അവർക്ക് കാണാൻ പറ്റിയില്ല. ഇവരൊക്കെ ചെയ്യുന്ന അമലുകളും ഇവരൊക്കെ ചെയ്യുന്ന സുന്നത്തും നിസ്കാരങ്ങളെ സഅദും നിർവഹിക്കുന്നുള്ളൂ. വികാരത്തള്ളിച്ചയിൽ അവർ പറഞ്ഞു, ഞങ്ങൾ വിരുന്നിനായിട്ട് വന്നതല്ലായിരുന്നു, ഇങ്ങനൊരു സംഭവം ഉണ്ടായി താങ്കൾ അറിയാതെ. അപ്പോൾ ഈ സ്വർഗത്തിലേക്ക് അങ്ങനെ അങ്ങോട്ട് നടന്നു പോകാൻ എന്തേ കാര്യം എന്നുള്ളത് പരീക്ഷിച്ചറിയാൻ വന്നതാ. അദ്ദേഹം കുറേ ആലോചിച്ചിട്ട് പറഞ്ഞു, പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ തന്നെ ഞാനും ചെയ്യാറുള്ളൂ, പക്ഷേ എൻ്റെ മനസ്സിൽ ആരോടും വിദ്വേഷമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ കാര്യം അവർ അവതരിപ്പിച്ചപ്പോൾ ഹബീബായ നബി തങ്ങൾ അത് അംഗീകരിച്ചു. അതുതന്നെയാണ് സഅദിൻ്റെ വിജയം. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഈ സലീമായ ഹൃദയം ഇസ്ലാം എല്ലാവരിലും പ്രതീക്ഷിക്കുന്നു. അതിനെല്ലാവരെയും മാനിക്കണം, ഇഷ്ടപ്പെടണം, സ്നേഹിക്കണം. അപ്പൊ സ്നേഹത്തിന് ഇത്രമേൽ മതം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക് ഈമാൻ കൂടി സ്വർഗത്തിൽ എത്തണമെങ്കിൽ അന്യോന്യം ഇഷ്ടപ്പെടണമെന്ന് ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു. മഹ്ശറിന്റെ വിഭ്രാന്തിയിൽ സൂര്യന്റെ താപം വല്ലാതെ അസഹ്യമാകുന്ന സന്ദർഭത്തിൽ പ്രത്യേകമായ 7 വിഭാഗം ആളുകൾക്ക് അർശിന്റെ നിഴൽ കിട്ടും, സൗരഭ്യം ലഭിക്കും, അർശിന്റെ പ്രത്യേകമായ ഗുണങ്ങൾ അവർക്ക് ലഭ്യമാകും എന്നൊക്കെ പറയുന്ന ഹദീസിലും റജുലാനി തഹാബാ ഫില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുന്ന 2 പേർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ ആഖിറം വിജയിക്കാൻ തന്നെ സ്നേഹം വേണമെന്ന്. ഈ സ്നേഹത്തെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും പ്രയോഗിക്കേണ്ടതും? സ്നേഹം എന്ന് പറയുമ്പോൾ എല്ലാവരോടും ഉണ്ടാവുന്ന ഒരു വികാരമാണ്. പക്ഷേ ഇതിൻ്റെ മൂർത്തമായ പലപ്പോഴും ശ്ലീലമല്ലാത്തൊരു രൂപമാണ് പ്രണയം എന്ന് പറഞ്ഞാൽ. അത് സ്വാർത്ഥതയുടേതാണ്. എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റും, എല്ലാവരെയും പ്രണയിക്കാൻ പറ്റില്ല. പ്രണയിക്കുന്നത് പ്രത്യേകമായൊരു കേന്ദ്രത്തിലായിരിക്കും. അവിടെ സ്വാർത്ഥത വല്ലാതെ ഉണ്ടാകുകയും ചെയ്യും. കാരണം പ്രണയത്തിന്റെ മറുവശമാണ് ഈ ഒരു സ്വാർത്ഥത. എന്നോട് മാത്രമായിരിക്കണം എൻ്റെ ഇഷ്ടം എന്ന് പെണ്ണ് മോഹിക്കുന്നു. ഞാനല്ലാത്ത ഒരാളെയും അവൾ തിരിഞ്ഞു നോക്കരുത്, അവൾ എന്നിൽ മാത്രം കേന്ദ്രീകരിക്കണമെന്ന് ഈ പ്രണയിക്കുന്ന ആണും മോഹിക്കുന്നു. അത് പരന്നുണ്ടാകുന്ന ഒരു വികാരമല്ല. ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്ന, പ്രണയിനിയിൽ കേന്ദ്രീകരിക്കുന്ന പ്രത്യേകം മനുഷ്യത്വത്തെയും പക്വതയെയും ബോധത്തെയും വിചാരത്തെയും ഒക്കെ ഇല്ലാതെയാക്കുന്ന ഒരു പ്രത്യേകമായ സംഗതിയാണ്. ഇവിടേക്ക് എത്തുമ്പോഴേക്കും മതം തിരുത്തുമായി വരും. കാരണം സാമൂഹിക ജീവിതത്തിന് ഇത് വലിയ അനർത്ഥം സൃഷ്ടിക്കുന്നു. അതിൻ്റെ ഭാഗമാണ് കഷ്ടിച്ച് 3-4 കൊല്ലം കൊണ്ട് 350 പെൺകുട്ടികൾ നമ്മുടെ കേരളത്തിൽ മരണപ്പെടേണ്ടി വരുന്നത്. അതുകൊണ്ട് ഈ ആണും പെണ്ണും തമ്മിലുള്ള പ്രണയത്തിന് മതം കൃത്യമായ ചില മാനദണ്ഡങ്ങൾ വെച്ചു. കൃത്യമായ ചില മാനദണ്ഡങ്ങളുണ്ട്. 100% ഇണങ്ങിച്ചേരാനും ഇഷ്ടപ്പെടാനും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരിക്കാനും വലിയ രീതിയിൽ സ്നേഹം പ്രകടിപ്പിക്കാനും ഒക്കെ മതം സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. അത് 2 പേരും ഒന്നായിത്തീരുന്ന ഒരു കരാറിന് ശേഷമായിരിക്കണം. അതിൻ്റെ പേരാണ് വിവാഹം. ഈ വിവാഹാനന്തരം മനുഷ്യൻ പരസ്പരം പ്രണയിക്കണമെന്ന്, അവർക്ക് അതുവരെ അന്യമായിരുന്ന പലതും അനുവദിക്കപ്പെടുന്നുവെന്ന് മതം സിദ്ധാന്തിക്കുന്നു. അതിനെ മുന്നേ അല്ലെങ്കിൽ വിവാഹിതയാവാത്ത ഒരാളുമായി എങ്ങനെയാവണം ഒരു മനുഷ്യന്റെ ഡീലിംഗ്? തികച്ചും ശ്രദ്ധയോടുകൂടെ ആവണമെന്ന് മതം പറയുന്നു. ഒന്നിച്ചൊരു അന്യ സ്ത്രീയുമായി യാത്ര പോവാൻ പാടില്ല. അന്യ സ്ത്രീയോടൊപ്പം
ഒറ്റയ്ക്കിരിക്കാൻ തീരെ പാടില്ല. അവരുമായി ലൈംഗിക ചുവയിൽ ശൃംഗരിക്കാനോ മെസ്സേജ് വിടാനോ വോയിസ് വിടാനോ ഒന്നും പറ്റില്ല. അത്യാവശ്യ ജീവിത വ്യവഹാരങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കേണ്ടി വന്നാൽ പരിമിതമായ രീതിയിൽ അതുമ്മ തന്നെ നിർത്തണം. കൊഞ്ചിക്കുഴയാനോ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റ് ചില ചേഷ്ടകളൊക്കെ ചെയ്യാനോ മതം അനുവദിക്കുന്നേയില്ല. എന്തിനധികം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിരിക്കാൻ പോലും പറ്റില്ല. കാണാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന് കൃത്യമായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനും പറയുന്നുണ്ട്. സൂറത്തുൽ അഹ്സാബ്, സൂറത്തുൻ നൂർ പോലെയുള്ള, സൂറത്തുൻ നിസാ പോലെയുള്ള ഖുർആനിലെ അധ്യായങ്ങൾ പെണ്ണുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങളെ കൃത്യമായി നിർവചിക്കുന്നുണ്ട്. 33-ാം അധ്യായം അൽ അഹ്സാബിന്റെ 59-ാമത്തെ വചനത്തിൽ ഹബീബായ നബി തങ്ങളോട് അല്ലാഹു പറയുന്നു, യാ അയ്യുഹൻ നബി, നബിയായിട്ടുള്ളവരെ, കുല്ലി അസ്വാജിക്ക, അങ്ങയുടെ ഭാര്യമാരോട് പറയുക, വ ബനാത്തിക്ക, പെൺമക്കളോടും, വ നിസാഇൽ മുഅ്മിനീൻ, മറ്റു വിശ്വാസിനികളാവുന്ന സ്ത്രീകളോടും പറയുക. എന്ത് പറയണം? യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ ഉത്തരീയം അവരുടെ മുഖത്തേക്കും മാറിടത്തിലേക്കും താഴ്ത്തിയിടാൻ. എന്തുകൊണ്ട്? അതാണ് അവർക്ക് മാന്യതയ്ക്ക് ഏറ്റവും നല്ലത്. അവർ മാന്യകളാണെന്നും അവർ തെരുവിലെ സെക്സ് വർക്കേഴ്സ് അല്ലെന്നും അവരെല്ലാവരുടെയും മുമ്പിൽ അവരുടെ സ്ത്രൈണത പ്രദർശിപ്പിക്കുന്നവരല്ലെന്നും ബോധ്യപ്പെട്ട് അവർ പീഡിപ്പിക്കപ്പെടാതിരിക്കാനും അവർക്ക് ആദരവ് കിട്ടാനും അതാണ് ഏറ്റവും നല്ലത്. വകാന അല്ലാഹു ഗഫൂറർ റഹീമ. ചില ഫെമിനിസ്റ്റ് ചിന്തകരുടെയൊക്കെ പല വാക്കുകളും നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെയും ചില സ്ത്രീ മുന്നേറ്റ വിഭാഗത്തിൻ്റെയൊക്കെ നേതാക്കൾ പലപ്പോഴും പ്രഖ്യാപിക്കുന്നത് നമുക്ക് കേൾക്കാറുണ്ട്. പരിശുദ്ധ ഖുർആൻ എവിടെ പരിശോധിച്ചാലും പെണ്ണ് മുഖം മറക്കണമെന്ന് കാണാനേ പറ്റില്ല എന്ന്. അവരുടെ മുമ്പിൽ സവിനയം നമുക്ക് സമർപ്പിക്കാം. 33-ാം അധ്യായത്തിൻ്റെ 59-ാമത്തെ വാക്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, അങ്ങയുടെ ഭാര്യമാരോടും പെൺകുട്ടികളോടും മറ്റ് മുഅ്മിനാത്തുകളാവുന്ന സ്ത്രീകളോടും പറയണം, അവരുടെ ജലാബീബിഹിന്ന, അവരുടെ മുകളിലേക്ക് താഴ്ത്തിയിടാൻ. എന്തുകൊണ്ട്? ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ശരീരത്തിൽ ഏറ്റവും ആകർഷണീയമായ ഘടകം അവളുടെ മുഖമാണ്. ആ മുഖത്തിലാണ് സൗന്ദര്യം മൊത്തം കേന്ദ്രീകരിച്ച് നിൽക്കുന്നത്. ഈ ഭാഗം മറച്ച് അല്ലാതെ നമ്മൾ പുറത്തിറങ്ങുന്ന ഒരവസ്ഥ വന്നാൽ, അത്യാവശ്യത്തിനോ അതുപോലെയുള്ള കാര്യങ്ങൾക്കോ അതുമായി ബന്ധപ്പെട്ട കുറെ ഫിഖ്ഹിയായ ചർച്ചകളുണ്ട്. അങ്ങോട്ടല്ല ഇപ്പം ഞാൻ കിടക്കുന്നത്. ഒരു പെണ്ണും ആണും ഒരുമിച്ച് കൂടുമ്പോൾ മുഖം തുറന്നിരുന്നാൽ, അന്യോന്യമിന്നോ അങ്ങോട്ടും കണ്ടുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ മുഖം തുറന്നുകൊണ്ടിരുന്നാൽ തീർച്ചയായും ആകർഷണത്തിലേക്ക് അതെത്തും. പതിയെ പതിയെ സംസാരത്തിലേക്ക് കിടക്കും. പിന്നെ അതിൻ്റെ അപ്പുറം തലങ്ങളിലേക്ക് അത് വികസിക്കും. അങ്ങനെ പലപ്പോഴും കുടുംബ ബന്ധങ്ങൾ ഛിദ്രമാകും. പലപ്പോഴും ജീവിതം തന്നെ നശിക്കേണ്ടി വരും. ഈ ഒരു അധർമ്മത്തിലേക്ക് വഴിവെക്കാതിരിക്കാൻ സ്ത്രീകളോട് ഉത്തരീയം താഴ്ത്തിയിടാനും പുരുഷന്മാരോട് പെണ്ണുങ്ങളെ കാണുമ്പോൾ കണ്ണ് ചിമ്മാനും കണ്ണ് താഴ്ത്താനും ഖുർആൻ കൽപ്പിക്കുന്നു. പുരുഷന്മാരോട് അങ്ങനെയാണ് കൽപ്പന. പെണ്ണിനെ കാണുമ്പോൾ നോക്കരുത്, ഇങ്ങനെ ആശാപൂർവം അവരെ കണ്ടിരിക്കരുത്. ഇതെല്ലാ സെമിറ്റിക് മതങ്ങളും പഠിപ്പിച്ചതാണ്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് കയറി പോണില്ല. തെറ്റ് ചെയ്യാൻ കണ്ണ് കാരണമാവുന്നെങ്കിൽ കണ്ണ് ചുഴിയാൻ പറയുന്ന മത്തായി സുവിശേഷത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം തുടങ്ങുന്നത് അന്യ സ്ത്രീകളെ വ്യഭിചരിക്കരുതെന്ന് നിനക്കറിയാമല്ലോ. എന്നാൽ ഞാൻ പറയട്ടെ, ആസക്തിയോടുകൂടെ അന്യ പെണ്ണിനെ നോക്കുന്നത് കണ്ണിന്റെ വ്യഭിചാരം എന്നാണ്. അപ്പോൾ അന്യ പെണ്ണിനെ ആസക്തിയോടുകൂടെ അല്ലെങ്കിൽ ലൈംഗികമായ താല്പര്യത്തോടുകൂടെ ആസ്വാദനത്തിന്റെ ഭാഗമായി അവരെ നോക്കാൻ പാടില്ല. അത് കണ്ണിന്റെ വ്യഭിചാരമാകുന്നു. ഒരു പെണ്ണിനെ ലൈംഗികമായി സ്പർശിക്കുന്നത് കയ്യിന്റെ വ്യഭിചാരമാണ്. അവളുമായി കൂടിയിരിക്കുന്നത്, യാത്ര പോകുന്നത്, പരിധിക്കപ്പുറം അവരുമായുള്ള ബന്ധങ്ങൾ ഉണ്ടാകുന്നത് ഒക്കെ വ്യഭിചാരത്തിന്റെ ആമുഖങ്ങളോ വ്യഭിചാരം തന്നെയോ ആണ്. അപ്പൊ അത് ഇസ്ലാമിനെ അത് ഭയങ്കരമായിട്ടൊരു മോശമാണല്ലോ എന്നുള്ള രീതിയിൽ പറയരുത്. മറിച്ച് എല്ലായിടങ്ങളിലും പറയുന്നതും എല്ലാ ധർമ്മ പ്രസ്ഥാനങ്ങളും കൽപ്പിക്കുന്നതും ഇത് തന്നെയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സോഷ്യൽ ഈ സംഘടനകളും ആക്ടിവിറ്റീസും ഒക്കെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കൂടുതൽ ഈ രീതിയിലുള്ള പ്രണയങ്ങളും കൊലപാതകങ്ങളും സംഭവിക്കുന്നത്.
അപ്പൊ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും വ്യക്തമായ ദീനീബോധത്തോടുകൂടെ രണ്ടും രണ്ട് സംവിധാനമാണെന്ന ബോധ്യത്തോടുകൂടെ വളർത്താനാണ് മതം കൽപ്പിക്കുന്നത്. പുതിയ കാലത്ത് അത്രമേൽ യോജിച്ചു പോകുന്ന എനിക്കറിയില്ല. 9ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിൽ ഈ അടുത്ത കൊല്ലം മുതൽ പഠിപ്പിക്കുന്നത് രണ്ടും ഒന്നാണെന്നും വ്യത്യാസമല്ലെന്നും പരസ്പരം യാതൊരു വ്യത്യാസവും കാണിക്കാൻ പാടില്ലെന്നും പിന്നെ സ്ത്രീ പുരുഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ സ്വയം തീരുമാനിക്കേണ്ടതാണെന്നും ഇന്ന് ഈ LGBT ആക്ടിവിസം മുന്നോട്ട് വെക്കുന്ന എല്ലാ ആദർശങ്ങളുമാണ് മറയില്ലാതെ പച്ചക്ക് ഇനി 9ാം ക്ലാസ് മുതൽ നമ്മുടെ മക്കൾ പഠിക്കേണ്ടി വരുന്നത്. ആണ് എന്ത് പെണ്ണ് എന്ത് എന്നൊക്കെ പറഞ്ഞാൽ നിർവചനം തന്നെ മാറിപ്പോകുന്നു. ഒരു കുട്ടി ജനിക്കുന്നതോടുകൂടെ അവരുടെ ഈ ലൈംഗിക ഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ ആണാണോ പെണ്ണാണോ തീരുമാനിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഡോക്ടറും നഴ്സൊക്കെ ഇതുവരെ അതന്നെ പറഞ്ഞിരുന്നത്. ഒരു കുട്ടി ജനിച്ചാൽ ലേബർ റൂമിന്റെ പുറത്ത് കാത്തിരിക്കുന്നവരുടെ അടുത്തേക്ക് ഡോക്ടർ സന്തോഷത്തോടെ ഓടി വരും. ഫാത്തിമ പ്രസവിച്ചിരിക്കുന്നു, കുഞ്ഞാണാണ് പെണ്ണാണ് എന്നും പറഞ്ഞിട്ട്. അതെങ്ങനെ മനസ്സിലാക്കുന്നത്? ഫിസിക്കലി അതിന് ചില മാർഗങ്ങളുണ്ടല്ലോ, അത്ര സങ്കീർണമൊന്നുമല്ല. അവരുടെ ഈ ലൈംഗിക ഭാഗങ്ങൾ, അവരുടെ സെക്സ് പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതാണാണോ പെണ്ണാണോ എന്ന്. ഇനി മുതൽ അങ്ങനെ പറയാൻ പാടില്ലെന്ന് കൽപ്പന വരുന്നു. അങ്ങനെ പറയാൻ പാടില്ലെന്ന് നിർബന്ധമായ നിയമം വരാൻ പോകുന്നു. പിന്നെ എങ്ങനെയാണിത് തീരുമാനിക്കേണ്ടത്? ഒരു 18, 17 വയസ്സ് കഴിഞ്ഞിട്ട് പക്വത വരുമ്പോൾ ഓരോരുത്തരും തീരുമാനിക്കണം ആണാണോ പെണ്ണാണോ എന്ന്. അതുവരെ ആണാണ് പെണ്ണാണ് എന്ന് പറയാതെ ന്യൂട്രൽ ഇടണം. അതാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്നൊക്കെ പറയുന്ന സംഭവം. ഇതാണാണോ പെണ്ണാണെന്ന് അറിയാതെ ന്യൂട്രൽ ഇടണം. ഫസ്റ്റിക്കും സെക്കൻഡിക്കും ഒന്നും ഇടരുത്, അത് ഞാൻ ന്യൂട്രലാക്കി വെക്കണം. ഇതിനെക്കുറിച്ചാണ് ഈ ലിംഗത്ത ന്യൂട്രലിറ്റി എന്നൊക്കെ പറയുന്ന ഈ സംഭവം. ഇതാണ് ഇനി അടുത്ത വർഷം മുതൽ 9ാം ക്ലാസ്സിൽ പരത്തി പഠിപ്പിക്കാനുള്ളത്. ഇങ്ങനെ സാമൂഹികമായ ബന്ധങ്ങളിൽ തീർത്തും മാന്യതയില്ലാത്ത ഒരു സംസ്കാരം വളർന്നു വരുമ്പോൾ, അത് ബോധപൂർവം വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആൺകുട്ടിയെ ആൺകുട്ടിയായും പെൺകുട്ടിയെ പെൺകുട്ടിയായും തന്നെ വളർത്തണമെന്നാണ് മതം പറയുന്നത്. അതിൽ തർക്കമൊന്നുമില്ല. പിന്നെ അവർക്ക് അവരുടേതായ പരിധികളുണ്ടെന്ന് പഠിപ്പിക്കണം, പരിമിതികളുണ്ടെന്ന് പഠിപ്പിക്കണം, എങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം. നിന്റെ ക്ലാസ്സിലുള്ള എതിർലിംഗത്തിൽപ്പെട്ട നിന്റെ സഹപാഠിയോട് എങ്ങനെയൊക്കെയാണ് ബന്ധപ്പെടേണ്ടത് എന്ന് പഠിപ്പിക്കണം. ഇതിനപ്പുറം എല്ലാം സമാണെന്നും പറഞ്ഞിട്ട് ഒരു അധർമ്മത്തിന്റെ സൃഷ്ടിപ്പിന് നമ്മുടെ വീടകം കാരണമാകരുതെന്ന് മതം നിഷ്കർഷിക്കുന്നു. അങ്ങനെയൊക്കെ വളർന്നാലുള്ള ഗുണം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കുകൾ കുറഞ്ഞു വരും. ഒരു 4 വർഷം കൊണ്ട് 350 കുട്ടികൾക്ക് പ്രണയത്തിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയില്ലാതെയാകും. ആയിരക്കണക്കിന് കുടുംബങ്ങൾ പ്രണയത്തിന്റെ പേരിൽ അനാഥമാകുന്നതില്ലാതെയാകും. പ്രണയത്തിന് കണ്ണില്ല കാതില്ല എന്നൊക്കെ പറയാറുണ്ട്. തലച്ചോറ് തീരല്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഈയിടെ കൗതുകകരമായ ഒരു വാർത്ത കേട്ടു. 35 വർഷം മുന്നേ SSLC പഠിച്ച ആ സംഘത്തിന്റെ ഒരു ഒരുമിച്ച് കൂടലുണ്ടായി. അവിടെ വെച്ച് 50 വയസ്സുള്ള ഒരാണും പെണ്ണും പഴയ പ്രണയമൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്തിട്ട് മുങ്ങി. 50 വയസ്സുള്ള ആണും പെണ്ണും 35 വർഷം മുന്നെയാണ് അവർ SSLC പഠിച്ചത്. അന്നത്തെ SSLC സംഗമം നടക്കുകയാണ്. അതിലവർ കൂടുന്നു, പാട്ടുപാടുന്നു, പല കലാപരിപാടികളും നടക്കുന്നു. അതിനിടയ്ക്ക് അവരുടെ പഴയകാല പ്രണയം പൊടി തട്ടിയെടുക്കുന്നു. മക്കളും പേരക്കുട്ടികളുമുള്ള ഈ 2 പേരും ആ യോഗം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പ്രണയിച്ചൊളിച്ചോടുന്നു. ഇതാ പറഞ്ഞത്, കണ്ണും കാതും മാത്രമല്ല, തലച്ചോറ് തീരല്ലേ പ്രണയത്തിന്. ഇതും നമ്മുടെ കേരളത്തിൽ സംഭവിക്കുകയാണ്. അപ്പൊ അതിനൊക്കെ ഇത്തിരി നിയന്ത്രണം വേണമെന്ന് പറയുമ്പോഴേക്ക് അയാൾ ഭയങ്കര ഫണ്ടമെന്റലിസ്റ്റ് എന്ന് പറയാൻ പറ്റുമോ? ഫണ്ടമെന്റലിസ്റ്റ് ആണെന്ന് ആരോപിക്കപ്പെടുകയാണെങ്കിൽ അതൊരു അംഗീകാരമായി ഏറ്റെടുക്കണം. എൻ്റെ മാത്രം വാക്കല്ല. ഡോക്ടർ മാത്യു വെല്ലൂർ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ സൈക്കോളജിസ്റ്റാണ്. സെക്സുമായി ബന്ധപ്പെട്ട വലിയ ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ വിവാഹം ബന്ധം ബന്ധനം എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അദ്ദേഹത്തിൻ്റെ ലൈംഗിക വിജ്ഞാനകോശം എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അദ്ദേഹം സമർത്ഥിക്കുന്നത് എന്താണ്? 98% പ്രണയവിവാഹവും പരാജയപ്പെടുന്നാണ്. അദ്ദേഹം ഈ ഒരു ആരോപണത്തെ മുന്നിൽ കാണുന്നുണ്ട്. മൂപ്പരാൾ പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ ഫണ്ടമെന്റലിസ്റ്റ് ഒന്നുമല്ല, ലിബറലിസ്റ്റ് തന്നെയാണ്. പക്ഷേ 10-30 കൊല്ലത്തെ എൻ്റെ ചികിത്സാനുഭവം വെച്ച് എനിക്ക് പറയാൻ പറ്റും, 98% പ്രണയവും പരാജയപ്പെടും.
അതുകൊണ്ടാണ് ആത്മഹത്യ ദമ്പതികൾ ചെയ്തു എന്നുള്ള വാർത്തക്ക് അവസാനം പ്രണയവിവാഹമായിരുന്നു എന്നുള്ളത് നമ്മൾ വായിക്കേണ്ടി വരുന്നത്. എന്തുകൊണ്ടാണിത്? അദ്ദേഹം അതിന്റെ സയന്റിഫിക്കായ കാരണങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, പ്രണയക്കാലത്ത് എടാപോടാ ബന്ധമായിരിക്കും, അത് കഴിഞ്ഞാലും അങ്ങനെ തന്നെ തുടരാനായിരിക്കും പെണ്ണിനിഷ്ടം. പക്ഷേ ആണിനെ സംബന്ധിച്ചിടത്തോളം ഫാമിലി ലൈഫിലേക്ക് എത്തുമ്പോൾ മൂപ്പരാണ് നേതാവ് എന്നുള്ള ഒരു ബോധത്തിലേക്ക് എത്തും. ഏതൊരു സമൂഹത്തിലും ഒരാൾ നേതാവണം, അല്ലെങ്കിൽ അത് മുന്നോട്ട് പോകില്ല. നമുക്കെല്ലാവർക്കും നരേന്ദ്രമോദിയുടെ അധികാരം ഉണ്ടായാൽ ഇന്ത്യ മുന്നോട്ട് പോകില്ല. ഈ പള്ളിയിൽ നടക്കുന്ന വളരെ മനോഹരമായൊരു ദർസുണ്ട്. അതിലൊരു ഉസ്താദ് ചീഫ് മുദരിസ് ആയിരിക്കും. എല്ലാവരും ഒരേപോലെ ആയി കഴിഞ്ഞാൽ അത് സുഗമമായി മുന്നോട്ട് പോകൂല. സ്കൂളിൽ ഒരാൾ ഹെഡ്മാഷായിരിക്കും, എല്ലാവരും ഹെഡ്മാഷാണെന്നുണ്ടെങ്കിൽ സ്കൂൾ തകർന്നു തരിപ്പണമാകും. അപ്പോ വിവാഹ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ ഒരാൾ ഞാനല്ലേ വലിയത് എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കും. അതാണ് മനഃശാസ്ത്രം. അത് പെണ്ണിന് സഹിക്കാൻ പറ്റൂല. രണ്ടാമതായി അദ്ദേഹം പറയുന്നു, ഫാമിലി ലൈഫിലേക്ക് എത്തുമ്പോൾ നമ്മുടെ കുടുംബത്തിന്റെ സപ്പോർട്ട് വേണ്ടി വരും. പ്രണയവിവാഹത്തിൽ മിക്കപ്പോഴും അത് സംഭവിക്കില്ല. മൂന്നാമതായി അദ്ദേഹം പറയുന്നു, ജാതിഭേദം മതഭേദമൊക്കെ ഉണ്ടെങ്കിൽ രണ്ടുപേർക്കും അവരുടെ പഴയകാല ശീലങ്ങളും ആഘോഷങ്ങളും ഒരു നൊസ്റ്റാൾജിയായിട്ട് കടന്നു വരും. ഇപ്പൊ ഒരാണ് മുസ്ലിമും പെണ്ണ് മറ്റൊരു സമൂഹമാണെന്ന് സങ്കല്പിക്കുക. ഈ ആണിന് പെരുന്നാളാവുമ്പോഴേക്ക് പള്ളിയിലേക്ക് പോകുന്നതും മത്തറ തേക്കുന്നതും കുളിക്കുന്നതും പിന്നെ ഒലുഹിയത്തറുക്കുന്നതും ഇറച്ചു കൊണ്ടിരുന്നതൊക്കെ വല്ലാത്തൊരു വികാരമായി മനസ്സിൽ വരും. നിന്നോടൊപ്പം കൂടിയിട്ട് ഞാനിപ്പോൾ ഒരു ജനറൽ ആവേണ്ടി വന്നു, നീയാണതിന് കാരണം എന്നിങ്ങനെ എപ്പോഴും ഇയാളുടെ മനസ്സ് മന്ത്രിക്കും. മറിച്ച് പെൺകുട്ടിക്കാണെങ്കിലോ അത്താവുമ്പോഴേക്ക് ഓണപ്പൂ പെറുക്കാൻ വേണ്ടിയിട്ട് പാടപാടങ്ങളിലൂടെ നടക്കുന്നത് അവളുടെ നൊസ്റ്റാൾജിയായിട്ട് കടന്നു വരും. ഓരോ ആഘോഷവും അവർ പണ്ട് ആസ്വദിച്ചിരുന്നതൊക്കെ അവർക്ക് വല്ലാത്തൊരു നഷ്ടബോധത്തോടെ കടന്നു വരും. സ്വാഭാവികമായും അതിന് കാരണം എൻ്റെ ഈ അഫെയറാണ്, എൻ്റെ ഈ ലവറാണ് എന്ന് അവൾ വിചാരിക്കും. നാലാമത്തെ കാരണം, ഈ ലവ് മാരേജ് നടത്തിയ ഫാമിലിക്കിടയിൽ അല്ലെങ്കിൽ ദമ്പതികൾക്കിടയിൽ സംശയരോഗം വ്യാപകമായിരിക്കും. എന്തൊക്കെയോ പ്രതിസന്ധി ഉണ്ടായിട്ട് എന്നൊപ്പം ഇറങ്ങിപ്പോന്നോളാം ഇവൾ, ഇതിലേറെ നല്ല സുമുഖനും സമ്പന്നനും ജോലിയുള്ള ആളും നല്ല സ്വഭാവമൊക്കെയുള്ള ഒരാളെ കണ്ടാൽ സ്വാഭാവികമായിട്ട് ഇവൾ അവനോടൊപ്പം ഇറങ്ങിപ്പോകുന്ന ഈ പുരുഷൻ എപ്പോഴും ശങ്കിച്ചുകൊണ്ടിരിക്കും. മറിച്ചും അങ്ങനെ തന്നെ ആയിരിക്കും. ഇയാൾ എന്നേക്കാൾ നല്ലൊരാളെ കണ്ടാൽ, ഒരു പെണ്ണിനെ കണ്ടാൽ ചിലപ്പോൾ അവളോടൊപ്പം കൂടുന്നുള്ള നിലക്ക് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ശങ്കയിലും ആശങ്കയിലുമാണ് ജീവിതം മുന്നോട്ടുകൊണ്ടുപോവുക. പിന്നെയും കുറേ കാരണം ഡോക്ടർ മാത്യു വെല്ലൂർ പറയുന്നുണ്ട്. കുടുംബത്തിന്റെ സപ്പോർട്ട് വേണ്ടി വരും. പലപ്പോഴും ഗർഭം വന്നാൽ, പ്രസവം വന്നാൽ, ഒട്ടുമിക്ക പ്രണയ കേസുകളിലും കുടുംബത്തിന് സപ്പോർട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് അഭിനെ കൊന്നുകളഞ്ഞത്. ആ പെൺകുട്ടി ഇപ്പോഴും ആ ചെറുപ്പക്കാരന്റെ വീട്ടിൽ താമസിക്കുന്നുവെന്നാണ് എൻ്റെ അറിവ്. ഞാൻ ഇനി എൻ്റെ കുടുംബത്തിലേക്ക് പോകുന്നില്ല. പ്രണയിച്ച് ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ച അവരെ പലപ്പോഴായിട്ട് കുടുംബം മാറ്റാനുള്ള ശ്രമം നടത്തുന്നു. അതൊന്നും വിജയിക്കാതെ വന്നപ്പോൾ ഇവളുടെ കാമുകനെ കൊന്നുകളയുന്നു. കേരളത്തിൽ പ്രമാദമായൊരു കൊലപാതക കേസാണ് ഇത്. സ്വന്തം കുടുംബം. ആ പെൺകുട്ടി ഇപ്പോഴും ആ കൊല്ലപ്പെട്ട ചെറുപ്പക്കാരന്റെ മാതാപിതാക്കളോടൊപ്പം താമസിക്കുകയാണെന്നാണ് എൻ്റെ അറിവ്. എന്താ സംഭവം? കുടുംബത്തിന്റെ സപ്പോർട്ട് കിട്ടാതെ വരും. പലപ്പോഴും ഇത് സംഭവിക്കും. അപ്പൊ സാമ്പത്തികമായ ഒരു പരാധീനത വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ അവളുടെ കുടുംബവും സഹായിക്കൂല, ഇവന്റെ കുടുംബവും സഹായിക്കൂല. അവരെന്നോ പടിയടച്ച് പിണ്ടം വെച്ചതാണ്. അവർ പരസ്പരം കുറ്റപ്പെടുത്തും. നിന്നെ കൊണ്ട് എൻ്റെ ലൈഫ് തകർന്നു എന്ന് പറയും. ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, താങ്കളെ കൊണ്ട് എൻ്റെ ലൈഫ് തകർന്നു എന്ന് പറയും. ഇത് ഇത്തിരി അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴേക്ക് ഒന്നുകിൽ ഡൈവോഴ്സിലേക്ക് എത്തും. കേരളത്തിൽ നടക്കുന്ന ഒട്ടുമിക്ക ഡൈവോഴ്സ് കേസുകളിലും പ്രണയം പ്രതിയാണ്. അത് രണ്ട് രീതിയിൽ പ്രതിയാണ്. ഒന്ന്, പ്രണയിച്ച് വിവാഹം കഴിച്ചത് കൊണ്ട് ഡൈവോഴ്സിലേക്ക് എത്തേണ്ടി വരുന്നു. മറ്റൊന്ന്, ഒരു നല്ല ദാമ്പത്യം തുടരുന്നതിനിടക്ക് മറ്റൊരാളോട് പ്രണയം തോന്നുന്നത് കൊണ്ട് ബന്ധം തകർന്നു പോകുന്നു. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒന്നെങ്കിൽ ഈ ഡൈവേഴ്സിലെത്തും, വിവാഹമോചനത്തിലേക്ക് എത്തും. അല്ല എങ്കിൽ രണ്ടുപേരും ആത്മഹത്യയിലേക്ക് എത്തും. മൂന്നാമത്തെ ഒരു സാധ്യത കൂടെയുണ്ട്. അത് കുറച്ച് മാരകാണ്.
ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് പെണ്ണ് മാത്രം മരിക്കും. അതിനായിട്ട് ചില ഗ്യാസ് സിലിണ്ടറുകളുണ്ട്. ഈ ഊരാ കുരുക്കുന്ന പുരുഷനെ രക്ഷപ്പെടുത്താൻ മാത്രമുള്ള ചില ഗ്യാസ് സിലിണ്ടറുകളുണ്ട്. അത് പൊട്ടിത്തെറിക്കും. സന്ദർഭോചിതം, അവസരോചിതം, ആവശ്യത്തിനനുസരിച്ച് അത് പൊട്ടും. നേരെ മറിച്ചൊരു അറേഞ്ച്മെന്റ് മാരേജിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. രണ്ട് കുടുംബവും പലവട്ടം ചർച്ച ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഹാബിറ്റുകളൊക്കെ പഠിക്കുന്നു, ഇത് എത്രമേൽ സൂട്ടബിൾ ആകുന്നുള്ളത് പരിശോധിക്കുന്നു, ഇസ്ലാമിന്റെ ഭാഷയിൽ കുഫു നോക്കുന്നു. എന്നിട്ട് ഈ പെണ്ണിനേക്കാളും ഈ ചെറുപ്പക്കാരനേക്കാളും പക്വതയും ബോധവും വിവേകവും വിദ്യാഭ്യാസവും ലോകപരിചയവുമുള്ള കുടുംബം ഒന്നിച്ചിരിക്കുന്നു, ചർച്ച ചെയ്യുന്നു. അവരുടെ കുടുംബം നമ്മുടെ കുടുംബം എങ്ങനെയൊക്കെയാണ് ഈക്വൽ ആവുക എന്നുള്ളത് പരിശോധിക്കുന്നു. അങ്ങനെ അവർ കല്യാണത്തിൽ ഏർപ്പെടുന്നു. ബന്ധത്തിന് വലിയ സപ്പോർട്ട് ഉണ്ടാകുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ സ്നേഹം വാരി വിതറാൻ കുടുംബം മൊത്തം മത്സരിച്ചുകൊണ്ടിരിക്കുന്നു. ആദരപൂർവം ഒരു മഹാരാജാവിൻ്റെ പരിവേഷത്തിലേക്ക് ഭർത്താവ് മാറുന്നു, ഒരു രാജ്ഞിയുടെ പരിവേഷത്തിലേക്ക് ഭാര്യയും മാറുന്നു. പിന്നെ സൽക്കാരങ്ങളുടെ ആഘോഷമാണ്. അതൊക്കെ സ്നേഹം പ്രകടിക്കലിൻ്റെ ഭാഗമാണ്. ഓരോ ഘട്ടത്തിലും അവർ ഹീറോകളായി മാറുന്നു. ഓരോ സദസ്സിലും ഈ ദമ്പതികൾ അവിടുത്തെ ഏറ്റവും ശ്രദ്ധേയ കേന്ദ്രങ്ങളായി മാറുന്നു. എങ്ങാനും ഒരു ഗർഭത്തിൻ്റെ വാർത്ത കേട്ടാൽ പല 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 കുടുംബങ്ങളിൽ സ്നേഹത്തിൻ്റെ പൂത്തിരി കത്തുന്നു. നേരെ മറിച്ച് പ്രണയവിവാഹത്തിനിടക്ക് ഗർഭമുണ്ടായാൽ എന്ത് വേണ്ടി വരും? തിരുവനന്തപുരത്ത് നമ്മളത് കണ്ടിട്ടുണ്ട്. പാഴ്സൽ കവറിൽ നവജാത ശിശുവിനെ കൊന്ന് പാക്ക് ചെയ്ത് ഫ്ലാറ്റിന്റെ 6ാം നിലയിൽ നിന്ന് ആ അമ്മ വലിച്ചെറിഞ്ഞു. ഉറുമ്പതിച്ച് സ്മെല്ലടിച്ചുകൊണ്ട് ഒരു പൊതി കണ്ടപ്പോഴാണ് തൊഴിലുറപ്പ് പ്രവർത്തകർ അത് പരിശോധിക്കുന്നത്. അപ്പോഴാണ് നവജാത ശിശുവിനെ കാണുന്നത്. ആ ഒരു 10 മാസം ആ ഒരു പെണ്ണെടുത്ത മാനസിക സംഘർഷങ്ങളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. പ്രണയത്തിനിടയ്ക്കിൽ ഗർഭം വന്നുപോയി. അവിടെ സപ്പോർട്ട് ചെയ്യാനും ആഘോഷിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സന്ദേശം കൈമാറാനും നമ്മുടെ മോൾക്ക് വിശേഷമായി എന്നും പറഞ്ഞിട്ട് വലിയ രീതിയിൽ ആനന്ദിക്കാനും ആരെങ്കിലും ഉണ്ടാവോ? 9 മാസവും 10 ദിവസവും ഈ ഗർഭം ഈ പെൺകുട്ടിയെ എങ്ങനെ ഒളിപ്പിച്ച് മുന്നോട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. പ്രണയവിവാഹമായാലും പ്രണയത്തിനിടക്കായാലും നോർമലി വിവാഹമാണെങ്കിലും ഒക്കെ ഗർഭത്തിന് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാകും. വമിറ്റ് ചെയ്യാൻ വരും, വേദനകൾ ഉണ്ടാകും, നട്ടല് വേദനിക്കും, പല പല പ്രശ്നങ്ങളുണ്ടാകും. ഇതൊക്കെ എങ്ങനെയായിരിക്കും അവർ തരണം ചെയ്തിരിക്കുക എന്നുള്ളത് ആലോചിച്ച് നോക്കൂ. ഈ മാനസിക സംഘർഷത്തെക്കുറിച്ച് നമ്മളൊന്ന് വിലയിരുത്തി നോക്കൂ. ഇതാണ് ഡോക്ടർ മാറ്റുവല്ലൂർ പറയുന്നത്, പ്രണയവിവാഹം പരാജയപ്പെടുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം പ്രണയത്തെ വിവാഹപൂർവമല്ല വിവാഹ അനന്തരത്തിലേക്ക് പറിച്ചു നടുന്നത്. പിന്നെ പ്രണയത്തിന്റെ പൂത്തിരി കത്തണം. എന്നുമെന്നും ഇസ്ലാമിക ദമ്പതികൾക്കിടയിൽ ദാമ്പത്യത്തിനിടക്ക് എന്നുമെന്നും അത് ഹണിമൂണായി മാറണം. അവിടെ വിട്ടുവീഴ്ചകളുണ്ട്, പരസ്പരം ആശ്വസിപ്പിക്കാൻ ഒരാളുണ്ട്. താൻ എന്തിനു ജീവിക്കുന്നു, ജീവിതത്തിന് അർത്ഥം കണ്ടെത്താൻ എല്ലാവർക്കും കഴിയുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിന് ധാർമ്മികമായൊരു ചട്ടക്കൂട് പഠിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ആണും പെണ്ണും ഒറ്റയ്ക്ക് ഇരിക്കാൻ പാടില്ലെന്ന് പറയുന്നത്. ഏതൊക്കെ രീതിയിലാണ് മനുഷ്യൻ ഈ പ്രണയത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നാടുകളിലൊക്കെയുള്ള സിനിമയും സീരിയലും അതിനു വേണ്ടി മാത്രമാണ് നിലകൊള്ളുന്നത് എന്ന് പല നിരൂപകരും പറയുന്നത് കാണാം. നാട്ടിലെ സിനിമയും സീരിയലും അതിനുവേണ്ടി മാത്രമാണ്, ഈ പ്രണയം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ ഇതിൽ നിന്ന് തരിച്ചിറങ്ങുന്ന പെൺകുട്ടികൾ സ്വാഭാവികമായും ഒരാൺകുട്ടിയെ ആഗ്രഹിക്കും, ആൺകുട്ടികൾ പെൺകുട്ടിയെയും ആഗ്രഹിച്ചു കൊണ്ടിരിക്കും. ഒരു പ്രണയമില്ലെങ്കിൽ, ഒരു അഫയർ ഇല്ലെങ്കിൽ പിന്നെന്ത് ജീവിതം എന്നവർക്ക് തോന്നും. പക്ഷേ ഇത് പഠനകാലമാണെന്നതിനെ കുറിച്ച് അവർ മറന്നുപോകും. പഠിക്കുന്ന സമയത്ത് ഫുൾ ടൈം തൻ്റെ അഫയറെ ആഗ്രഹിച്ച് ആവേശത്തിലിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക്, ആൺകുട്ടിക്ക് പഠിക്കുന്ന കാര്യങ്ങളിൽ 100% എൻഗേജ് ആവാൻ കഴിയും. അതൊരു വലിയ ഈ മാനസികമായ സിദ്ധാന്തം വെച്ച് തെളിയിക്കേണ്ടതൊന്നുമല്ല. ഇപ്പോൾ ഒരു വെള്ള ഷർട്ടിൽ ഒരു വരട്ടാൽ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. നേരെ മറിച്ച് ഒരു കളർ ഷർട്ടിൽ ഒരു വരട്ടിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കണമെങ്കിൽ കുറേയേറെ ശ്രമം നടത്തേണ്ടി വരും. എന്തേ കാര്യം? അതിന് ആദ്യം തന്നെ കുറേ കളറും വരയൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം നല്ല മനസ്സോടുകൂടെ പഠിക്കാനിരിക്കുന്ന ഒരു വിദ്യാർത്ഥിനിക്ക് കാര്യങ്ങൾ വേഗം ബോധ്യപ്പെടും.
നേരെ മറിച്ച് പഠിക്കുന്ന ഓരോ സമയത്തിലും ആളുടെ മെസ്സേജ് വരുന്നുണ്ടോ എന്ന് ഇടക്കിടക്ക് പരിശോധിച്ചുകൊണ്ട് എന്തേ മെസ്സേജ് വരാത്തൊന്ന് ടെൻഷൻ അടിച്ചുകൊണ്ട് ഒരു മെസ്സേജ് ഒരു പൂവ് അങ്ങോട്ട് വിടാന്ന് കരുതിക്കൊണ്ട് പഠിക്കുന്ന ഒരാൾക്ക് എന്തായാലും അവരുടെ പഠന രംഗത്ത് ശ്രദ്ധിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നന്നായിട്ട് ക്ലാസ്സിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന പല കുട്ടികളും പ്രണയത്തിൻ്റെ കെണിയിലേക്ക് എത്തുന്നതോടുകൂടെ ഏറ്റവും ഡൗണായി മാറുന്നത്, പരീക്ഷയിൽ അവർ നിരന്തരം തോറ്റുകൊണ്ടിരിക്കുന്നത്. അപൂർവമായിട്ട് ഇതിന് വ്യത്യാസമൊക്കെ ഉണ്ടായേക്കും. അത് മറ്റു പല സമ്മർദ്ദങ്ങൾ കൊണ്ടും മറ്റു പല പോയിന്റ്സുകൾ കൊണ്ടും ആ ഭാഗത്തെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ്. സാധാരണഗതിയിൽ അത് സംഭവിക്കൂല. ഒളിച്ചോട്ടമായി, ചാടിപ്പോകലായി, അവരുടെ കയ്യിലുള്ള വസ്തുക്കൾ തീരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലുകളായി, പിന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഹോട്ടലെടുത്തിട്ട് കൊല ചെയ്യലായി, പലതുമായി. രണ്ടാമതായി നമ്മൾ പലപ്പോഴും പറയുന്ന, ആരും ഇതൊരു ആവർത്തനമായിട്ട് ബോറടിച്ചൊന്ന് കരുതരുത്, സോഷ്യൽ മീഡിയയുടെ ഉപയോഗം. നേരം വെളുക്കോളം ചാറ്റ് ചെയ്യുമ്പോൾ അതൊരു ചീറ്റിങ്ങിലേക്ക് എത്തുന്നു എന്നുള്ള ബോധത്തിലേക്ക് പോലും നമ്മുടെ കുട്ടികൾ എത്തുന്നില്ല. യുവത്വം തീരെ അന്തല്ലാത്തൊരു സമൂഹമായി മാറാണ്. എത്ര ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അവരുടെ സ്വന്തം കൂട്ടുകാരിൽ നിന്ന് അനുഭവിച്ചാൽ പോലും അവർ പിന്നെയും മറ്റൊന്ന് തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിലുള്ള ബന്ധങ്ങൾ പലപ്പോഴും പ്രണയങ്ങളിലേക്ക് എത്തുന്നു. അത് കാരണം വിവാഹിതരാണെങ്കിൽ ദാമ്പത്യം തകരുന്നു, വിവാഹിതരല്ലെങ്കിൽ ജീവിതം തന്നെയും തകർന്നു പോകുന്നു. നമ്മൾ ആലോചിച്ച് നോക്കുക. ഞാൻ ഈയിടെ വായിച്ചൊരു റിപ്പോർട്ട് മനസ്സിലേക്ക് വരികയാണ്. അരക്ക് താഴേക്ക് തളർന്നു പോയ ഒരു പെൺകുട്ടിയെ, അത് തെക്ക് ഭാഗത്തുള്ളൊരു പെൺകുട്ടിയാണ്, 4-5 ജില്ലയ്ക്ക് അപ്പുറത്തുള്ള ഒരാള് സോഷ്യൽ മീഡിയ വഴി പ്രണയിക്കുന്നു. എന്നിട്ട് ഈ പെൺകുട്ടിയെ രാത്രി ഇയാൾ അടിച്ചോണ്ട് പോകുന്നു. എത്ര സാഹസം ചെയ്തിട്ടുണ്ടാവും. അരക്ക് താഴെ തളർന്ന ആ പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റാൻ എത്രമേൽ ഇയാൾ സാഹസം ചെയ്തിട്ടുണ്ടാവും. ആലോചിച്ച് നോക്ക്. വേറൊരു പെൺകുട്ടി പ്രണയം മൂത്ത് കണ്ണും കാതും ഒക്കെ നശിച്ച് ചിന്താശേഷിയും നശിച്ച് തീരെ ജീവിക്കാനും എഴുന്നേറ്റ് നിൽക്കാനും പോലും പറ്റാത്ത ഒരാളെ പ്രണയിച്ചുകൊണ്ട് അങ്ങ് ദൂരദേശത്തു നിന്ന് വരുന്നു. പിന്നീട് അവർ അങ്ങനെ ആഘോഷിക്കപ്പെട്ട ദമ്പതികളായി മാറുന്നു. കാര്യം ഈ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഫോണ് കൊണ്ടുള്ള ഉപകാരങ്ങളെയൊക്കെ മാനിച്ചുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഇതുകൊണ്ടുണ്ടാകുന്ന അത്തരം അനർത്ഥങ്ങൾ നിരവധിയാകുന്നു. നേരം വെളുക്കോളം ചാറ്റ് ചെയ്യാൻ പറ്റും. രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്ക്, കഴിഞ്ഞ പ്രാവശ്യം ഈ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്ക് റോസാപ്പൂ വന്നിട്ടുണ്ടാവും. ഇവളാകെ വിജൃംഭിതയാകുകയാണ്. എന്നോട് എന്തൊരു ഇഷ്ടമാണെന്ന് അവൾ തെറ്റിദ്ധരിക്കുകയാണ്. ഓരോ സന്ദർഭത്തിലും അവൾക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നെനിക്കൊരു മൂടില്ല, എനിക്ക് തലവേദന എന്ന് പറഞ്ഞാൽ പിന്നെ മണിക്കൂറുകളിൽ തലവേദന മാറിയോ ഗുളിക അടിച്ചോ ഡോക്ടറെ കാണിച്ചോ എന്നും ചോദിച്ചിട്ട് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നു. ഈ പെണ്ണ് തെറ്റിദ്ധരിക്കുകയാണ്, എൻ്റെ കെട്ടിയോണ്ട് ഇവിടെ അടുത്ത്, അയാൾക്ക് തലവേദന എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു ഗുളിക അടിച്ചാളാന്ന് പറഞ്ഞിരിക്കുകയാണ്. നേരെ മറിച്ച് എൻ്റെ മറ്റേൾക്ക് എന്തോരു ഇഷ്ടമാണ്, എന്നെ എന്തൊരു കെയറിങ് ആണ് തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട പെൺകുട്ടി, തെറ്റിദ്ധരിക്കരുത്. നിന്റെ മനസ്സല്ല അവൻ ആവശ്യം, ശരീരം മാത്രമാണ്. നിന്റെ മനസ്സല്ല ആവശ്യം, ശരീരം മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മുടെ തെക്ക് ഭാഗത്തൊരു എഞ്ചിനീയറിംഗ് കോളേജിന്റെ പരിസരത്ത് ബസ് സ്റ്റോപ്പിൽ വെച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും അശ്ലീലം കാണിച്ച് അതിലൂടെ വഴി നടക്കാനും കുഞ്ഞുങ്ങളുമായും കുടുംബമായിട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് നാട്ടുകാരെല്ലാവരും സംഘടിച്ച് ആ ബെഞ്ച് പോലെയുള്ള അവരുടെ ഇരിപ്പിടം 4-5 കസാരകളാക്കിയിട്ട് മാറ്റി. എന്നാലിങ്ങനെ ഒന്നിച്ചിരുന്നിട്ട് ഈ കളി നടത്തൂലല്ലോ എന്ന് കരുതിയിട്ട് അതിന് പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ ഒന്നിച്ചു വന്നു. ആ കസാരകളിൽ അവർ 2-3 ആളുകൾ, ആണും പെണ്ണും വ്യത്യാസമല്ലാതെ കയറിയിരുന്നു. 2-3 ദിവസം പ്രതിഷേധം. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരൊറ്റ കസാരയിൽ ഒരൊറ്റ നിമിഷം പോലും ഒരു പെണ്ണിന്റെ മടിയിലാണ് ഇരിക്കുന്നത് കണ്ടില്ല, ആണിന്റെ മടിയിൽ പെൺകുട്ടിയെ ഇരുത്തുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ? ആണിന്റെ മടിയിൽ പെണ്ണിരിക്കുമ്പോഴാണ് അവരുടെ നവോത്ഥാനവും പുരോഗമനവും കുതിച്ചു പൊന്തുക. അതാണ് പ്രശ്നം. ദൈവത്തിന്റെ ചാരന്മാർ എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. ദൈവത്തിന്റെ ചാരന്മാരെന്ന പുസ്തകത്തിൽ സൈക്കാട്രിസ്റ്റ് ആകുന്ന അതിന്റെ ഗ്രന്ഥകർത്താവ് സമർത്ഥിക്കുന്ന ഒരു കാര്യം, ഏതൊരു പ്രണയത്തിന്റെയും ആത്യന്തിക താല്പര്യം പെൺകുട്ടിയുടെ ശരീരമാണ് എന്നാണ്. അതുകൊണ്ടാണ് ചാടിച്ചോണ്ട് പോണത്. അതുകൊണ്ടാണ് മതം മാറ്റി കല്യാണം കഴിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ഗർഭമായിട്ട് അലസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.
നമ്മുടെ കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ വളരെ പ്രമുഖമായ ഒരു സ്ഥാപനത്തിൻ്റെ തൊട്ടടുത്തൊരു ഡോക്ടർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഞാൻ പേര് പറയുന്നില്ല. എന്തായിരുന്നു പ്രശ്നം? ഐപ്പിൽ എന്ന പേരിൽ ഒരു ഗുളിക കുടിച്ചിട്ടുണ്ടെങ്കിൽ 70 മണിക്കൂറോളം ഗർഭമുണ്ടാവാത്ത ഒരു സാധനം ഉണ്ടല്ലോ, ഇത് അദ്ദേഹം വ്യാപകമായി ബൾക്കായിട്ട് ഇറക്കി അവിടെയുള്ള കുട്ടികൾക്കൊക്കെ വിതരണം ചെയ്യുക. എത്രത്തോളം എന്നറിയോ? 100-200 രൂപയാണ് അതിൻ്റെ വില എന്ന് എനിക്ക് തോന്നുന്നു. അത് അയാൾ വിറ്റിരുന്നത് 2000 അതിൻ്റെ അപ്പുറവും രൂപയ്ക്കായിരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കണം, ഒരു സ്ഥാപനത്തിൻ്റെ അടുത്ത് ഒരു ഡോക്ടർ നടത്തുന്ന മെഡിക്കൽ ഷോപ്പിൽ അയാളുടെ ചെറിയ ക്ലിനിക്കും ഒക്കെ ഉണ്ട്. ഈ സാധനം കഴിച്ചാൽ 70 മണിക്കൂർ ഗർഭം ഉണ്ടാവില്ല, എന്ത് തോന്നിയാസം ചെയ്താലും ഗർഭം ഉണ്ടാവില്ല. ഇങ്ങനത്തെ ഗുളിക, അതിന് കുറേ സൈഡ് എഫക്റ്റ് ഉണ്ട്. അത് ഞാൻ വായിച്ചിട്ടുണ്ട് പല ആരോഗ്യ മാസികകളിലും. മൈഗ്രെയിൻ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്, നട്ടല് വേദന വരുന്നുണ്ട്, പിന്നെ ഗർഭം വരാതിരിക്കാനുള്ള സാധ്യതകളുണ്ട്, മെൻസസ് ഡിസോർഡർ ആകുന്ന പ്രോബ്ലം ഉണ്ട്. ഇങ്ങനെയൊക്കെ ആയിട്ടും 100-200 രൂപക്ക് ഗർഭം മുടക്കാനുള്ള ഈ ഗുളിക 2000-ലും അതിലേറെ വിലക്കും ബൾക്കായിട്ട് ഇറക്കി നിരവധിയായ കുട്ടികൾക്ക് ഇയാൾ വിതരണം ചെയ്യുക. എന്തിനായിരിക്കും ഇത്? തലവേദനക്കാണോ? ഇത് അതുകൊണ്ടാണ് ദൈവത്തിന്റെ ശാരന്മാരെന്ന പുസ്തകം എഴുതിയ ആള് പറയണത്, ശരീരമായിരുന്നു ഞാൻ പ്രണയിച്ച കാലത്തും എന്റെയും ഇഷ്ടം എന്ന്. അതുകൊണ്ടാണ് ഏത് സമരത്തിലും പെൺകുട്ടിയെ മടിയിലിരുത്തുന്നത്. അപ്പോഴാണ് അവരുടെ പുരോഗമനം കുതിച്ചു പൊന്തുക. പെൺകുട്ടിയുടെ മടിയിലിരിക്കാനല്ല താല്പര്യം. സമരത്തിൻ്റെയോ ആഭാസങ്ങളുടെയൊക്കെ പേരിൽ ഈ പ്രണയിച്ചു കൊണ്ടെടുക്കുന്ന പെണ്ണിനെ പരമാവധിക്കപ്പുറം ഉപയോഗപ്പെടുത്തണം. അങ്ങനെയാണ് പല പെൺകുട്ടികളും ആത്മഹത്യയിലേക്ക് എത്തുന്നത്, പഠനം മുഴപ്പണത്, പിന്നീട് വീട്ടിലേക്ക് തന്നെ വരാതെ മുങ്ങിപ്പോണത്, പിന്നീട് സ്ഥിരം ഇതിൻ്റെ പണിക്കാരായി മാറണത്. അതൊക്കെ മാന്യമായൊരു കേരളത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. സെക്സ് വർക്കേഴ്സ് അവരുടെ ആത്മകഥ ഇറങ്ങിയിട്ട് ആഘോഷിച്ച കേരളത്തിലാണ് ഞാനുള്ളത്. സെക്സ് വർക്കേഴ്സിന്റെ ആത്മകഥ ഇറങ്ങുക, എങ്ങനെയൊക്കെയാണ് അവർ പുരുഷന്മാരെ ആശ്വസിപ്പിക്കുന്നതും സംപ്രീതരാക്കുന്നതും ഒരു സെക്സ് വർക്കറായ ഒരു പെണ്ണ് പറഞ്ഞുകൊണ്ടിരിക്കുക. അതൊക്കെ വലിയ പ്രമുഖം പോയിട്ട് എഴുതിയിട്ട് ബുക്കാക്കി മാറ്റുക, അത് ബെസ്റ്റ് സെല്ലറായി കേരളത്തിൽ വിതരണം ചെയ്യപ്പെടുക. ഈ താന്തോന്നിത്തങ്ങൾ സമൂഹത്തെയും മനുഷ്യനെയും നശിപ്പിക്കുമ്പോൾ പാടില്ല. മാനുഷാത പറയാൻ ആരെങ്കിലുമൊക്കെ വേണം. അപ്പൊ ഈ സോഷ്യൽ മീഡിയകളെ പരമാവധി ഉപയോഗപ്പെടുത്തണം. വീട്ടിൽ പഠനാവശ്യാർത്ഥത്തിൽ കമ്പ്യൂട്ടറിൽ നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടർ വെക്കേണ്ടത് നമ്മുടെ സിറ്റ് ഔട്ടിലാണ്. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കട്ടുണ്ടോ എന്നുള്ള പേടിയുണ്ടെങ്കിൽ നമ്മുടെ ഡൈനിങ് ഹാളിലാണ്. കാരണം എന്താ? ബാക്കിയുള്ള എല്ലാവരും ബന്ധപ്പെടുന്ന പൊതു ഇടങ്ങളിലാവണം, സ്വകാര്യ റൂമുകളിലാവരുത്. കുട്ടികൾ വഴിതെറ്റിപ്പോകും, വൃത്തികെട്ട കാര്യങ്ങൾ അവർ കണ്ടുകൊണ്ടിരിക്കും, പിന്നെ അതിൻ്റെ അഡിക്റ്റുകളാകും, പഠനം താറുമാറാകും. എല്ലാ പരീക്ഷയിലും ഫസ്റ്റ് ഉണ്ടായിരുന്ന കുട്ടി ഇത്തരം പോണോ സെറ്റുകളുടെ അഡിക്റ്റായി കഴിഞ്ഞാൽ ഏറ്റവും ബാക്കിലേക്ക് എത്തും, പഠനം തന്നെ ഉപേക്ഷിക്കേണ്ടി വരും. ഈ പോണോ സെറ്റിനെ കുറിച്ചൊക്കെ വിമർശിക്കുമ്പോൾ രവിചന്ദ്രൻ സിയെ പോലെയുള്ള യുക്തിവാദി നേതാക്കൾക്ക് ഒരു അഭിപ്രായമുണ്ട്. ഉണ്ടാക്കുന്നത് ഞങ്ങളെ ടീമാണെങ്കിലും കാണുന്നത് നിങ്ങളോലല്ലേ എന്നാണ് അവർ പറയണത്. ഈയിടെ നടന്നൊരു ചർച്ചാ യോഗത്തിൽ മൂപ്പര് പറയാം, പോണോ സൈറ്റ് കാണുന്ന, പോൺ വീഡിയോസ് കാണുന്ന 10 ഏറ്റവും മുന്നിലുള്ള കൂടുതൽ കാണുന്ന രാഷ്ട്രങ്ങളുടെ കണക്കെടുത്താൽ 6 മുസ്ലിം രാജ്യങ്ങളാണ്. വേണമെങ്കിൽ പരിശോധിച്ചു നോക്കാം. അയാൾ വെല്ലുവിളിക്കാണ്. ഈ വൃത്തികെട്ട ഈ വീഡിയോസ് കാണുന്ന 10 ഏറ്റവും കൂടുതൽ കാണുന്ന രാജ്യങ്ങളെടുത്താൽ 6 മുസ്ലിം രാജ്യങ്ങളാണെന്ന് അയാൾ തള്ളിയത്. അതൊന്ന് പരിശോധിക്കൂ. നമ്മുടെയൊക്കെ മുമ്പിലുണ്ടല്ലോ ഗൂഗിൾ. 20 രാഷ്ട്രങ്ങൾ എടുത്താൽ 19ാമത്തേതായി വരുന്ന മൊറോക്കോ മാത്രമാണ് ഒരു മുസ്ലിം രാജ്യം. നമ്മൾ ആലോചിച്ച് നോക്കണം ഇവരുടെ കള്ളക്കണക്കുകളുടെ ചില കാര്യങ്ങൾ. 20 രാഷ്ട്രങ്ങൾ എടുക്കുക, 10 രാഷ്ട്രങ്ങളല്ല. 10 രാഷ്ട്രങ്ങളിൽ 6 മുസ്ലിം രാജ്യങ്ങളാണ് എന്ന് പറയുന്ന തള്ള് അവഗണിച്ച് തള്ളിക്കൊണ്ട് നമ്മൾ 20 രാഷ്ട്രങ്ങളുടെ കണക്കെടുക്കുക. 19ാമത്തെ മൊറോക്കോ മാത്രമാണ് ഒരു മുസ്ലിം രാജ്യം കടന്നു വരുന്നത്. അതുവരെയുള്ളത് മൊത്തം മുസ്ലിം രാജ്യമല്ലാത്തതാണ്. പലപ്പോഴും ഇവരൊക്കെ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നവരുടെ അഭിമാന രാജ്യങ്ങളാണ്. മുസ്ലിം രാജ്യങ്ങളിൽ കണക്കുണ്ടാവട്ടെ, കണക്ക് കൂടട്ടെ കൂടാതിരിക്കട്ടെ, മുഅ്മിനായൊരു മനുഷ്യൻ അത് കാണാൻ പാടില്ല. ഇത് കാണുമ്പോൾ വഴിതെറ്റുന്നു. ഇങ്ങനെയല്ല എൻ്റെ ഭർത്താവിൻ്റെ പ്രകടനങ്ങൾ എന്നിട്ട് പെണ്ണ് തെറ്റിദ്ധരിക്കുന്നു. ഇപ്പരിപാടിക്കൊന്നും എൻ്റെ പെണ്ണിനെ പറ്റൂല എന്ന് ആണും ധരിക്കുന്നു. അതോടുകൂടി അവരുടെ ഇടയിൽ അകൽച്ച വരുന്നു. സോഷ്യൽ മീഡിയ കൊണ്ടുണ്ടാകുന്ന കുറേ അനർത്ഥങ്ങൾ എന്നുള്ളിൽ പറയാനുണ്ട്.
തൽക്കാലം ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുകയാണ്. പിന്നെ നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുറേ സംഗതികളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നല്ല കാര്യത്തിന് പേരിൽ നല്ലതാണ് എന്നുള്ള രീതിയിൽ മേമ്പൊടിയൊക്കെ ഇട്ടിട്ട് മനുഷ്യനെ തകർക്കുന്ന ചില സംഗതികൾ പറയാതെ വയ്യ. മാപ്പിളപ്പാട്ട് അതിൻ്റെ മുന്നിൽ നിൽക്കുന്നു. മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ എല്ലാം അനുവദനീയമായി എന്നൊരു ധാരണ ഉണ്ട്. ഈ നിമിഷത്തിൽ തിരുത്തണം. ഈ വൃത്തികെട്ട വികാരങ്ങളെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാട്ടുകളാണ് മാപ്പിളപ്പാട്ടെന്ന പേരിൽ ഇന്ന് വ്യാപകമായി പ്രചാരത്തിലുള്ളത്. ആ വരികൾ ഉദ്ധരിക്കാൻ പോലും പറ്റില്ല. ഇന്ന് ക്ലാസ് കട്ട് ചെയ്ത് എൻ്റെ കൂടെ പോരുമോ നീ സാബിറ എന്നുള്ളത് എന്ത് സന്ദേശമാണ് ഒരു പെൺകുട്ടിക്ക് നൽകുന്നത്? എന്ത് സന്ദേശമാണ് അതൊരു പെൺകുട്ടിക്ക് നൽകുന്നത്? താൻ പണ്ട് പ്രണയിച്ച പെണ്ണിനെ കല്യാണം കഴിച്ച് അവളുടെ ഭർത്താവിനോടൊപ്പം വളരെ മനോഹരമായി ജീവിക്കുമ്പോൾ ഇവിടുന്ന് പാട്ടുപാടാണ്. അവിടെ മഴ പെയ്യാറുണ്ടോ എന്നും ചോദിച്ചിട്ട്. അവിടെ എന്ത് പെയ്താലെന്തവന്? പശു ചത്തു, ഇനി മോരിന്റെ പുളി ആലോചിച്ചിട്ടിരിക്കാൻ പറ്റില്ല. നമ്മൾ രണ്ടുപേരും ഇടവഴിയിൽ ഒരു കുടയിൽ മഴ പെയ്തപ്പോൾ ഒന്നിച്ചു നിന്നത് ഓർമ്മണ്ടോ? നൊസ്റ്റാളജി ഇറക്കുകയാണ്. അവിടെ നിൽക്കല്ല, ഇനിയുടെ പോരിന്റെ കൂടെ എന്ന് പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് മാപ്പിളപ്പാട്ടുകാരൻ. അങ്ങനത്തെ ചില മാപ്പിളപ്പാട്ടുകാരൊക്കെ ഇസ്ലാമിനെ നന്നാക്കാൻ വരെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് അവരുടെ പാട്ടിന്റെ കോലം. ഉദ്ധരിക്കാൻ പറ്റാത്ത വൃത്തികേടുകൾ ധാരാളം ആ വരികളിലുണ്ട്. മനുഷ്യന്റെ ഇത്തരം വികാരങ്ങളെ ഉത്തേജിപ്പിച്ച് അവരെ മതത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ഏറ്റവും ചുരുങ്ങിയത് ഈ കാര്യത്തിനൊക്കെ വലിയ പ്രാധാന്യവും മതത്തിന്റെ നിയമങ്ങൾക്ക് തീരെ പ്രാധാന്യവും നൽകാത്ത തലമുറയാക്കി മാറ്റുന്നു മാപ്പിളപ്പാട്ടുകൾ. സിനിമകളും അതിന് വലിയ സ്വാധീനവും പങ്കും വഹിക്കുന്നു. സിനിമ പിന്നെ മാപ്പിളപ്പാട്ട് എന്നുള്ള പേരിലല്ലാത്തതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇതിൽ ഇടപെടേണ്ട കാര്യമല്ല. അതൊക്കെ ഇസ്ലാം ആദ്യമേ മാറ്റിവെച്ച സംഗതികളാണ്. മാപ്പിളപ്പാട്ട് അങ്ങനല്ല. അത് സമൂഹം നെഞ്ചേറ്റിയ ഒരു കാലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആത്മീയമായ പുരോഗതി ഉണ്ടാകുമായിരുന്നു. എരഞ്ഞോളി മൂസാക്കയുടെ കെട്ടുകൾ 3 കെട്ടി കട്ടിലിൽ നിന്നെയുമേറ്റി ഒരു ദിനമുണ്ടൊരു യാത്ര, തീരെ മടക്കമില്ലാത്ത യാത്ര. മനസ്സറിഞ്ഞൊന്ന് പാടി നോക്കൂ, നമ്മൾ തരളിതരായി പോകും. അതിൽ നിന്ന് മാറിയിട്ട് വൃത്തികേടിലേക്ക് പോകുമ്പോൾ പറയണം, പലവട്ടം ആലോചിച്ചിട്ട് ഒരു വട്ടം ഞാൻ കാമിനിയോട് ചോദിച്ചു എന്നുള്ളത് എതിർക്കേണ്ടി വരും. ഓത്തുപള്ളി പോയ സമയത്ത് അരിനെല്ലിക്ക വാങ്ങി പറിച്ചു തന്നതിന് പകരം നീ ഇപ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ തരണം എന്ന് ഉള്ളു വെച്ചിട്ട് പാടുമ്പോൾ അതിനെ തിരുത്തേണ്ടി വരും. പെൺകുട്ടികൾ കയറി മേയുന്ന വേറൊരു രംഗമുണ്ട്. ഇഷ്കുർ റസൂൽ എന്ന് പറഞ്ഞിട്ട് കുറേ വാട്സാപ്പ് ഗ്രൂപ്പുകൾ. അല്ലാണ്ട് റസൂലിനെ ഇഷ്ടപ്പെടണം എന്നുള്ളതിൽ ഒരു തർക്കമില്ല. ഈമാൻ പൂർണ്ണമാണെങ്കിൽ മുത്ത് ഹബീബിന് ഹൃദയത്തിന്റെ താളവും ആത്മാവിന്റെ സംഗീതവുമായി കൊണ്ടു നടക്കണം. അതിനൊന്നും ഒരു തർക്കമല്ല. റാബിയത്തുൽ അദബിയ അങ്ങനെ നടന്നത് വാട്സാപ്പ് ഗ്രൂപ്പിൽ മേഞ്ഞിട്ടല്ല. നഫീസത്തുൽ മിസ്രി അவ்விதം ജീവിച്ചത് വാട്സാപ്പ് ഗ്രൂപ്പിലോ ട്വിറ്ററിലോ വോയിസും ടെക്സ്റ്റും വിട്ടിട്ടല്ല. നമ്മുടെ നാട്ടിൽ കുറേ പെണ്ണുങ്ങൾ ആഷിക്കാത്ത് ഗ്രൂപ്പുകൾ, എന്നിട്ട് നന്നായിട്ട് മനോഹരമായി പാട്ട് പാടുന്ന ഒരു ചെറുപ്പക്കാരന്റെ കല്യാണത്തിന്റെ അന്ന് ഇവരൊക്കെ ഹൃദയം പൊട്ടിയിട്ട് വിലാപം. അവരങ്ങനെ തന്നെ മെസ്സേജ് വിട്ടു, ഇന്ന് പല ആഷിക്കാത്തുകളുടെയും ഹൃദയം പൊട്ടുന്ന ദിവസമാണ്. എന്ത് കാര്യത്തിന്? ഏതോ ഒരുത്തന്റെ കല്യാണം കഴിയുമ്പോഴേക്ക് ഇവരെ ഹൃദയം പൊട്ടിപ്പോകുകയെ. അപ്പൊ ആൾക്ക് ഇഷ്കും അതിൻ്റെ പാട്ടും ആരെയാണോ മദ്ഹ് ചെയ്യുന്നത്, ആ മംദൂഹാകുന്ന മദീനയിലെ രാജകുമാരനൊന്നുമല്ലേ വിഷയം. പാടിക്കൊണ്ടിരിക്കുന്ന മാദിഹാണോ പ്രധാനം? കണ്ട ഓരോ നിമിഷവും കഠിനമായ ഹറാമാണ്. ഇഷ്കിന്റെ പേരിൽ സംഘടിക്കുക, അഭിമായ നബിതങ്ങളുടെ സ്നേഹത്തിന്റെ പേരിൽ സംഘടിക്കുക. ഇങ്ങനൊക്കെ സംഘടിക്കാൻ ഏത് ഇസ്ലാമാണ് ഇവർക്ക് സമ്മതം കൊടുത്തേ? അപ്രകാരമാണ് മറ്റൊരു തോന്നിയാസം, പറയാതിരിക്കാൻ വയ്യ. കാലിഗ്രഫി. എന്നിട്ട് ആയത്തുകളും ദിക്റുകളും ഒക്കെ ഇങ്ങനെ കോലം മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് എഴുതുക. കാലിഗ്രഫിയുടെ സാധ്യതകളെ കുറിച്ചോ അത് ഇസ്ലാമിക ലോകം ഇസ്ലാമിക സംസ്കാരമുള്ള ബന്ധത്തെ കുറിച്ചൊന്നുമല്ല ഞാൻ പറയണത്. എന്നിട്ട് ഏതെങ്കിലും പെൺകുട്ടി ഈ പേനെടുത്തവരൊക്കെ കാലിഗ്രഫി ചെയ്യുന്നവരായി മാറിയിട്ടോളെന്തോ എഴുതിയിട്ട് ഇവരുടെ പൊതു ഗ്രൂപ്പുകളിൽ അവരിത് ഇടുക. എന്നിട്ട് ഇങ്ങോട്ട് അഭിനന്ദനങ്ങൾ ഇങ്ങോട്ട് വരിക, നിൻ്റെത് നല്ല ഉഷാറുണ്ട് എന്നൊക്കെ പറയാ. ഈ കുറിപ്പുകാരൻ എന്താ ഉദ്ദേശിച്ചത് എന്ന് റബ്ബിനറിയാം. പിന്നെ അഭിനന്ദനങ്ങൾ PM-ലേക്ക് പോവുക, നേരിട്ട് വിളിച്ച് അഭിനന്ദിക്കുക. ഇതിൻ്റെ ഇടയിൽ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുക. ഭർത്തർമതികൾ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നവരോടൊപ്പം ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക. നല്ല കാര്യങ്ങളുടെ പേരിൽ ഇബ്ലീസ് മനുഷ്യനെ നശിപ്പിക്കുന്ന ചില ഉദാഹരണങ്ങളാണിത്. ശ്രദ്ധ വേണം.
ഇറങ്ങിപ്പോകാനും രാത്രി വാതിൽ തുറന്നു കൊടുക്കാനും രാത്രി വാതിലൊക്കെ തുറന്നിട്ടിട്ട് വീട്ടിൽ കിടക്കുന്ന ഉമ്മൻ്റെയും അനുജന്മാരുടെയും അനുജത്തിമാരുടെയും സുരക്ഷിതത്വം പോലും മാനിക്കാതെ ഇറങ്ങിപ്പോകാനൊക്കെ പെണ്ണിന് സാധിക്കുന്നത് സ്വകാര്യമായി അവളെ മെസ്സേജ് ചെയ്യാനും ബന്ധപ്പെടാനും സൗകര്യമുള്ള ഈ ഒരു സാധനം കൊണ്ടാണ്. നിങ്ങൾ ചിലപ്പോൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, സോഷ്യൽ മീഡിയയിൽ നമ്മളെയൊക്കെ തളച്ചിട്ട സക്കർബർഗ്, ഫേസ്ബുക്കിന്റെ ഓണർ, ഉടമസ്ഥൻ, ലോകത്ത് ഒരു 4-5 കോടീശ്വരന്മാരെടുത്താൽ അതിൽ ഏറ്റവും പ്രമുഖ സ്ഥാനമൊക്കെ ഉള്ളയാൾ, ഒരു ഘട്ടത്തിൽ ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ, അയാളുടെ മകൾ മാക്സിമക്ക് ഇതുവരെയും 13 വയസ്സ് വരെയും ഒരു ഫോൺ നൽകിയിട്ടില്ല. അയാളുടെ മകൾ മാക്സിമക്ക് 13 വയസ്സ് വരെ അയാളൊരു ഫോൺ നൽകിയിട്ടില്ല. നമ്മളെ മൊത്തം അതിൽ കെട്ടിയിട്ട മനുഷ്യൻ, ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽപ്പെട്ടയാൾ, അയാളുടെ മകൾ ഇങ്ങനെ നശിക്കാൻ പാടില്ലെന്ന് അയാൾക്കറിയാം. 1 വയസ്സിലും 6 മാസത്തിലുള്ള കുട്ടിക്ക് ഫോണും കൊടുത്തിട്ട് അവൻ്റെ ഉഷാറ് പറഞ്ഞ് അഭിമാനിക്കുന്ന മാതാപിതാക്കൾ കേൾക്കുക. നമ്മളെയൊക്കെ ഇതിൽ കെട്ടിയിട്ട മനുഷ്യൻ, അയാളുടെ മകൾ മാക്സിമക്ക് ഇതുവരെയും ഫോൺ നൽകിയിട്ടില്ല. ഒരു ഫോണ് മേടിച്ചു കൊടുക്കാൻ കഴിയാത്തൊരു പാവപ്പെട്ടവനൊന്നുമല്ല അയാൾ. അയാൾക്കറിയാം ഇതിൻ്റെ അനർത്ഥങ്ങൾ. പഠിക്കണ കുട്ടി ഇത് എത്രമേൽ ബന്ധപ്പെടണമെന്നതിനെ കുറിച്ച് പല ഗവൺമെൻറ്റുകളും ഇനി ഓൺലൈൻ ക്ലാസ് പാടില്ലെന്ന് പറഞ്ഞു. കൊറോണക്കാലത്ത് ഓൺലൈൻ ക്ലാസ് ഈ മൊബൈലിലേക്ക് മാറിയതിനു ശേഷമാണ് നമ്മുടെ കേരളത്തിലെ മക്കളൊക്കെ ഇതിൻ്റെ അഡിക്റ്റുകളായി മാറിയത്. അങ്ങനെ ഈ ഓൺലൈൻ കൊണ്ട്, ഇതുപോലെയുള്ള സംവിധാനങ്ങൾ കൊണ്ട് പ്രണയം പൂത്തുലയുന്നു. അങ്ങനെ ആ സമൂഹം തുലയുകയും ചെയ്യുന്നു. ഇതോടൊപ്പമുള്ള ചില സാമൂഹിക സൊസൈറ്റികളെ കുറിച്ച് നമ്മൾ പറയേണ്ടതുണ്ട്. ഒന്നും വിചാരിക്കരുത്, പല ഗുണങ്ങളും നമ്മളെ മുന്നിൽ വെച്ച് പ്രലോഭിപ്പിച്ച് പെണ്ണിനെ പുറത്തിറക്കുന്നിടത്തൊക്കെ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. നമ്മുടെ ജില്ലയിലെ അരീക്കോട് ഭാഗത്തുള്ള ഒരു കരാട്ട മാസ്റ്ററുമായി ബന്ധപ്പെട്ട കുറേ കേസുകൾ നമ്മൾ പേപ്പറിൽ ഉടനെ വായിച്ചിട്ടുണ്ട്. അവിടെ കരാട്ട പഠിക്കാൻ വരുന്ന പെൺകുട്ടികളെ മൊത്തം അയാൾ സെക്സൽ ഹറാസ്മെന്റിന് വിധേയനാക്കി എന്നാണ് പറയുന്നത്. പല പെൺകുട്ടികളെയും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചു പോലും വൃത്തികേടുകൾക്ക് വിധേയമാക്കിയല്ലോ. ഗുരുവിനെ ആദരിക്കണം എന്നും പറഞ്ഞിട്ടാണ് അയാൾ അവിടെ വന്ന പെൺകുട്ടികളോട് ലിപ് ലോക്ക് നടത്തിയത്, ആദരവിന്റെ ഭാഗമായിട്ട്. ഇപ്പൊ പെൺകുട്ടികളെ കരാട്ടക്ക് വിടുക, കുച്ചിപ്പുടി, ഭരതനാട്യം, ഇങ്ങനത്തെ സംഗതികളൊക്കെ പഠിപ്പിക്കാൻ വിടുക, അതൊക്കെ ഒരു ട്രെൻഡായി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കണ്ടു, അത്യാവശ്യം വലിയ 2 പെൺകുട്ടികൾ ഈ കരാട്ടയുടെ വേഷം ധരിച്ചിട്ട് മുകളിൽ ഇങ്ങനെ മുടി ഇങ്ങനെ കെട്ടിവെച്ചിട്ട് അവരിങ്ങനെ അതിലൂടെ പർച്ചേസ് ചെയ്യുന്നു. കൂടെ പർദ്ദക്കെട്ട ഒരു ഉമ്മയുണ്ട്. അത്യാവശ്യം വലിയ പെൺകുട്ടികൾ, ഒരു 15-16 വയസ്സുള്ള പെൺകുട്ടികൾ. ഈ കരാട്ട ഡ്രസ്സിന് ബട്ടൺ ഉണ്ടാവാറില്ല, അതിങ്ങനെ അമർത്തി വെച്ചിട്ട് നടുക്ക ബെൽറ്റ് കെട്ടുകയാണ് ചെയ്യുക. അങ്ങനെ തന്നെ പെൺകുട്ടികളുമായി സൂപ്പർ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ മോൾ അത്യാവശ്യം ഫിസിക്കൽ ട്രെയിനിങ് ഒക്കെ നടത്തുന്നയാളാണ് എന്ന് തോന്നിപ്പിക്കലാണോ ഈ ഉമ്മയുടെ ലക്ഷ്യം? ഞാനിത്തിരി പുരോഗമനവാദിയാണെന്ന് തെളിയിക്കലാണോ ലക്ഷ്യം? ലക്ഷ്യമെന്തായാലും കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം ചിലപ്പോൾ കാക്ക കൊത്തിപ്പോകും. ഇതാണ് കേരളം. എന്നിട്ട് അന്യപുരുഷന്മാർ കരാട്ട പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടികളാണ് അയച്ചു കൊടുക്കുക. എന്നിട്ട് അവസാനം ഓരോ കേസ് വരുമ്പോൾ പിന്നെ എൻ്റെ മോളെ എന്നും പറഞ്ഞിട്ട് വിലപിച്ച് പുറത്തിറങ്ങുക. ഇവിടെ നടന്ന ചില കൊലപാതകങ്ങളിൽ വാപ്പാന്റെ കരച്ചിൽ കേട്ടു, വിഷമം തോന്നി. നമ്മളൊക്കെ വാപ്പമാരാണല്ലോ. പക്ഷേ 3-4 വർഷമായി ഈ ഒരു അന്യനോടൊപ്പം ഈ പെണ്ണ് വിലസി നടക്കുമ്പോഴൊന്നും വാപ്പയാണെന്ന ബോധം വന്നില്ലേ? ഇതെവിടെയെങ്കിലും തട്ടിപ്പോകും. കോടതിയിലൊക്കെ നിലനിൽക്കുന്ന ചില കേസുകളാണിത്. അത്രമേൽ വ്യക്തമായിട്ട് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഈ സഹസിലിരിക്കുന്നവരൊക്കെ വാപ്പമാരാണ്, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്നവരൊക്കെ പലരും വാപ്പമാരാണ്. മക്കൾ ഇവിതൊക്കെ നടന്ന് അവസാനം കൊല ചെയ്യപ്പെട്ടിരുന്നതിന് ശേഷം ഒരൊറ്റ പെൺകുട്ടിക്കും ഈ അനുഭവം ഉണ്ടാവരുത് എന്ന് വേപതി കൊള്ളുന്നതും കരയുന്നതും എത്രമേൽ ഉഷാറുള്ളതാണ്. അവരുടെ ആത്മാർത്ഥതയെ നമ്മൾ സംശയിക്കണ്ടേ? ഈ അന്യരോടൊപ്പം സ്വന്തം പെൺകുട്ടി നടക്കുമ്പോഴും ഔദ്യോഗിക ഭർത്താവിൽ നിന്ന് പിണങ്ങി നിൽക്കുമ്പോൾ വേറൊരുത്തനെ സ്റ്റെപ്പിനിയായി വെക്കുമ്പോഴും വീട്ടുകാരുടെ സമ്മതത്തോടുകൂടെ തന്നെ അവർ പലപ്പോഴും യാത്ര ചെയ്യുമ്പോഴും ജോലി ആവശ്യാർത്ഥം എന്നൊക്കെ പറഞ്ഞിട്ട് അന്യദേശങ്ങൾ താണ്ടുമ്പോഴൊന്നും വാപ്പ എന്ന ബോധത്തിലേക്ക് ഉയരണ്ടേ? വേറൊരു കുട്ടിക്കും ഇങ്ങനെ വിഷമം ഉണ്ടാവരുതെന്ന് അവർക്ക് ആ സമയത്ത് തോന്നണ്ടേ? ഇല്ല. എന്നിട്ട് പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ തോന്നുക
ആ വാപ്പയുടെ മനസ്സ് മാനിക്കാതെയല്ല ഞാനിത് പറയണത്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടടത്ത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അനർത്ഥങ്ങളിലേക്കെത്തും. ഇപ്പൊ കേരളത്തിലെ ആകെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് പ്രഭാതകാലത്ത്, പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറം ഭാഗത്ത് സർവ്വ പെണ്ണുങ്ങളും ആണുങ്ങളും ഒന്നിച്ചും ഒരു ചെറിയ കർട്ടനൊക്കെ നടുവിലും വെച്ചിട്ട് ഭയങ്കരമായ ഫിസിക്കൽ ട്രെയിനിങ്. നമ്മളെ പള്ളിയിലേക്ക് സുബൈക്ക് പോകുമ്പോ പെണ്ണുങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു, അവർ സുബൈസ്കരിച്ചിട്ടുണ്ടാവുമെന്ന് നല്ല വിചാരം വെക്കാം നമുക്ക്. നമ്മളൊക്കെ പള്ളിയിലേക്ക് പോകണുള്ളൂ, പക്ഷെ പെണ്ണുങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു. ശ്രദ്ധാപൂർവം പോയില്ലെങ്കിൽ പെണ്ണിന്റെ ഈ വാമപ്പിനിടയിൽ നമ്മുടെ പല്ല് പോയി പോകും പുറത്തിറങ്ങിയിട്ട്. എന്നിട്ട് പലയിടങ്ങളിലും പല ലക്ഷ്യങ്ങളോടുകൂടെ ഈ ട്രെയിനർമാർ പ്രവർത്തിക്കുന്നു. അതിൽ വിദേഹത്തുണ്ട്, മറ്റു പലതും ഉണ്ട്. അങ്ങനെ പെണ്ണുങ്ങൾക്കൊക്കെ അവരോടൊരു പ്രത്യേകമായ അനുകമ്പ വരുന്നു. നമ്മുടെ മാഷ് എന്നുള്ളൊരു സിമ്പതിയിലേക്ക് അവരെത്തുന്നു. മാഷ് പതിയെ അവൻ്റെ ഉള്ളിലുള്ള ആദർശം ഈ പെണ്ണുങ്ങളിൽ ഇഞ്ചക്ട് ചെയ്യുന്നു. അതിനൊക്കെ പുറമെ ഈ വലിയ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ട് ചാടിക്കളിച്ച് അതിൻ്റെ വീഡിയോ എടുത്ത് പ്രദർശിപ്പിക്കുന്നു. അപ്പുറത്താണുങ്ങൾ, ഇപ്പുറത്ത് പെണ്ണുങ്ങളും, അപ്പുറത്താണുങ്ങളും ഇപ്പുറത്ത് പെണ്ണുങ്ങളും. എന്തേ ശാരീരികമായ എക്സസൈസ് പറ്റൂലേ? പറ്റും, ഒരു സംശയമല്ല. ജീവിതശൈലി രോഗങ്ങൾ കൂടല്ലേ, അപ്പൊ എന്തായാലും ഇങ്ങനത്തെ കുറെ സംഗതികളൊക്കെ വേണം, അതിലും തർക്കല്ല. പക്ഷെ എങ്ങനെയാവണം? അന്യപുരുഷൻ ഇങ്ങനെ കോച്ച് ചെയ്തിട്ട് മൂപ്പരാൾ വന്നിട്ട് കൈ അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് വെച്ചിട്ട് ചാടി തുള്ളി കളിച്ചിട്ട് അതിന്റെ വീഡിയോ എടുത്തിട്ട് അങ്ങനെയാണോ ശരീരം ആരോഗ്യം ഉണ്ടാക്കേണ്ടത്? എന്തേ ഈ ചാട്ടം വീട്ടിൽ നിന്ന് നടത്തിക്കൂടെ? വീട്ടിലുള്ളവർക്കൊക്കെ പാടെ കൂടിക്കൂടെ? എക്സസൈസ് ആണല്ലോ വേണ്ടത്, ശാരീരിക അധ്വാനം. വെള്ളം കോരാൻ പറ്റുന്നുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. അരക്കുന്നുണ്ടോ ആരെങ്കിലും? ഇല്ല. അടിച്ചു വാരുന്നുണ്ടോ? അതുമില്ല. അലക്കുന്നുണ്ടോ? ഇല്ല. സ്വിച്ചിട്ട് പോന്നാൽ ഉണങ്ങിയിട്ട് കിട്ടും. പിന്നെ പലതും കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഫോണിൽ തന്നെ ഇരിക്കുക. എന്നിട്ട് ഇതൊന്ന് കുറക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി ചാടി തുള്ളി കളിക്കുക. ഒരു 10-50 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഒരു 4 മണിക്ക് എണീക്കുക, ഒരു 3 മണിക്ക് എഴുന്നേൽക്കുക, എന്നിട്ട് അങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കുക. ചില വിദേശ കോച്ചുകളൊക്കെ അറേബ്യൻ നാടുകളുടെ ചില ക്ലബ്ബുകളെ പരിശീലിപ്പിക്കാൻ വന്നിട്ട് കളിക്കാര് നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ ഇതിനപ്പുറം ഒരു ഫിസിക്കൽ ട്രെയിനിങ് വേണ്ട എന്ന് തീരുമാനിച്ച് അൽവത്തൻ പോലെയുള്ള പത്രങ്ങളിൽ ലേഖനം എഴുതിയത് വായിച്ചിട്ടുണ്ട്. അർജന്റീനക്കാരൻ ഒരു കോച്ച് വന്നിട്ട് സൗദിയിലെ മറ്റൊരു ക്ലബ്ബ്, ആ ക്ലബിനെ പരിശീലിപ്പിച്ചപ്പോൾ മരുബിയായപ്പോൾ അവരെ കൂടെ നിസ്കരിക്കാൻ നിന്നപ്പോൾ അയാൾ ഇതിനപ്പുറം ഒരു ഫിസിക്കൽ ട്രെയിനിങ് വേണ്ട, ശീർഷാസനം എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ ഒരു എക്സസൈസ് ഉണ്ട്, ഇതിലൊക്കെ ഉണ്ടാവും ഫിസിക്കൽ ട്രെയിനിങ് ഒക്കെ നേടിയ ആളുകൾ. അതുകൊണ്ട് കുറെ ഗുണങ്ങൾ കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷെ അറ്റാക്ക് ഉണ്ടെങ്കിൽ, അതുപോലത്തെ വല്ല രോഗസാധ്യതയുണ്ടെങ്കിൽ, ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതുകൊണ്ട് അടിച്ചു പോകും. അത്തരം ആളുകൾക്കും സുജൂദ് അതിൻ്റെ അതേ ഫലം നൽകുന്ന തീരെ അപകട സാധ്യതയില്ലാത്തൊരു എക്സസൈസ് ആണ്. അതിനു വേണ്ടിയാണ് സുജൂദ് ചെയ്യണം എന്നല്ല ഞാൻ പറയണത്. യോഗാസനം എന്ന് പറഞ്ഞ് പെണ്ണുങ്ങളൊക്കെ ഇറങ്ങുക, എന്നിട്ട് ചമ്രം പടിഞ്ഞിരുന്നിട്ട് ഇങ്ങനെ ബ്രീത്ത് എക്സസൈസ് നടത്തുക. ഇതൊക്കെ എത്രമേൽ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ടതാണ്. ഈ ഭാഗം അങ്ങനെ പൊക്കി പിടിച്ചിട്ട് മറ്റേ മൂക്കിലൂടെ ശ്വാസം കയറ്റുക, അതങ്ങനെ കുറേ നേരം തലച്ചോറിൽ വെച്ചിട്ട് പിന്നെ അതിലൂടെ തന്നെ വിടുക, പിന്നെ മറ്റേലൂടെ വിടുക, മറ്റേ കൂടി കയറ്റി ഇതിലൂടെ വിടുക. ഇങ്ങനെ കുറേ ബ്രീത്ത് എക്സസൈസ് ഉണ്ട്. നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ ഹിമാലയത്തിൻ്റെ മുകളിലേക്ക് പോവാറുണ്ട്, ആരും ഇല്ലാത്തടത്ത് വെച്ചിട്ട് ഇത് ചെയ്യാൻ വേണ്ടി. 600 ക്യാമറാമാന്മാരുണ്ടാകും, 5-6 വലിയ ബസ്സിൽ പട്ടാളക്കാരുണ്ടാവും, കുറേ സ്റ്റാഫൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഭാരതം ലോകത്തിന് നൽകിയ വലിയ സംഭാവനയാണെന്നാണ് പറയണത്. നമ്മളതിനൊന്നും എതിർക്കണില്ല. ശരീരത്തെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന, ആരോഗ്യം ഉണ്ടാക്കാൻ പറ്റുന്ന ഏത് പണി നമുക്ക് ചെയ്യാൻ പറ്റും. കരാട്ടയാവാം, കളരിയാവാം, കുംഫു ആവാം, തൈക്കോണ്ടയാവാം, ഒക്കെ പറ്റും. പക്ഷെ ഈ യോഗാസനം എന്ന് പറഞ്ഞ് പൊലിപ്പിച്ച് പതഞ്ജലി മഹർഷി നിർമ്മിച്ച ഷഡ്ദർശനങ്ങളിൽപ്പെട്ട യോഗാദർശനമാണ് പ്രചരിപ്പിക്കുന്നതെങ്കിൽ അതൊരു മതപരമായ വിഷയമാണ്, പറയാതിരിക്കാൻ വയ്യ. പല മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് വിഘ്നേശനെ സ്തുതിച്ചിട്ടൊക്കെയുള്ള മന്ത്രമാണെങ്കിൽ, എക്സസൈസ് ആണെങ്കിൽ, ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഓംകാര മന്ത്രമാണെങ്കിൽ അതൊക്കെ അതിൻ്റെ മസലയാണ്. മുസ്ലിമായൊരു മനുഷ്യന് പറ്റില്ല.
മുസ്ലിമായ മനുഷ്യൻ സർവശക്തനാകുന്ന ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു. അതിനപ്പുറമുള്ള സംഗതികളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പരിപാടിയും പറ്റൂല. ഇനി അതൊന്നുമില്ല, അതിൻ്റെ ചില എക്സസൈസ് ഒക്കെയാണ് പറ്റും, പക്ഷെ അതിനും ചില കൃത്യതകൾ പാലിക്കാനുണ്ട്. നിങ്ങൾ ചിലപ്പോ മനസ്സിലാക്കിയിട്ടുണ്ടാകും ശരത് ജോയ്സ് എന്ന് പറയുന്ന യോഗ ഗുരുവിനെ പറ്റി. ശരത് ജോയ്സ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ അച്ഛൻ വലിയ യോഗ ഗുരുവായിരുന്നു. ലോകപ്രസിദ്ധനാണ് ഈ മനുഷ്യൻ. അയാൾ രാഷ്ട്രങ്ങളിൽ നിന്ന് രാഷ്ട്രങ്ങളിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയായിരിക്കും. 4 ദിവസം ഇംഗ്ലണ്ടിൽ, 4 ദിവസം അമേരിക്കയിൽ, 4 ദിവസം കാനഡയിൽ. ഇങ്ങനെ യോഗ പ്രചരിപ്പിക്കാൻ ലോകത്ത് എല്ലായിടത്തും പാറി നടക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധനാകുന്ന യോഗ ഗുരുവാണ് ശരത് ജോയ്സ്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, ഏജ്ലെസ് എന്നാണ് അതിന്റെ പേര്. അദ്ദേഹം അതിലെന്താ സമർത്ഥിക്കുന്നത്? യോഗയിലൂടെ മുന്നോട്ട് പോയാൽ ആയുസ് വർദ്ധിച്ച് ഏജിന് തന്നെ ഒരു പ്രസക്തി ഇല്ലാത്ത വിധത്തിലേക്ക് കാര്യങ്ങളെത്തും. ദീർഘായുസ്സും സമ്പൂർണ്ണ ആരോഗ്യവും യോഗ കൊണ്ട് കിട്ടുമെന്ന് ലോകമാസകലം പ്രഭാഷണവും നടത്തുകയും യോഗാഭ്യാസത്തിന് ചെലവഴിക്കുകയും അത് സംബന്ധമായി ലോകത്ത് നന്നായിട്ട് വിറ്റുപോയ ഏജ്ലെസ് എന്ന പുസ്തകം രചിക്കുകയും ചെയ്ത യോഗ ഗുരു ശരത് ജോയ്സ് ഈ നവംബർ മാസം 11-ാം തീയതി അമേരിക്കയിൽ വെച്ച് യോഗാസനം എടുക്കുന്നതിനിടയിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. 53 വയസ്സേ പ്രായമുള്ളൂ. 53 വയസ്സേ പ്രായമുള്ളൂ. 53 വയസ്സ് എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ ഒരു വയസ്സിന്റെ ശരാശരിയിലേക്ക് പോലും എത്തിയിട്ടില്ല. മരിച്ചുപോയി യോഗാസനത്തിനിടക്ക്, യോഗാസനത്തിന്റെ മുന്നോടിയായിട്ടുള്ള മോർണിംഗ് വാക്കിനിടക്ക്. എല്ലാവരും മരിക്കുന്നൊന്നുമല്ല ഞാൻ പറയണത്. അദ്ദേഹം ഇതിന്റെ ഏറ്റവും എക്സ്പെർട്ടായിരിക്കെ ഏറ്റവും കൂടുതൽ ദീർഘായുസ് ഉണ്ടാകുന്നത് യോഗാസനം കൊണ്ടാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടി പുസ്തകം രചിച്ചിരിക്കെ അദ്ദേഹം 53 വയസ്സിൽ മരിക്കുമ്പോൾ അതിൽ നമ്മൾ ചിലത് പറയേണ്ടതുണ്ട്. എന്നിട്ട് പെണ്ണുങ്ങളായ പെണ്ണുങ്ങളും ഒത്തിറങ്ങുക, ഇതിൽ നിന്ന് വേറൊരാളെ പരിചയപ്പെടുക. പെണ്ണ് പുറത്തിറങ്ങുന്ന ഇത്തരം സാഹചര്യങ്ങൾ എന്തുണ്ടായാലും അതിൻ്റെയൊക്കെ അനർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് പ്രണയത്തിലേക്ക് എത്തുക, കുടുംബം നശിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ കഥ ആലോചിച്ച് നോക്കൂ. 50 വയസ്സുള്ള 2 പേര് പഴയ പ്രണയം ഓർത്തിട്ട് ഇറങ്ങിപ്പോവുകയാണ്. അവർക്ക് മക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്, ബന്ധങ്ങളുണ്ട്. എല്ലാം ഒരു നിമിഷത്തേക്ക് മറന്നുപോയി. എല്ലാവരെയും മാനക്കേടിലേക്ക് അകപ്പെടുത്തി. തലപൊക്കിയ മക്കൾക്ക് പിന്നെ ഓഫീസിൽ പോകാൻ പറ്റില്ല. അഭിമാനത്തോടു കൂടെ പേരക്കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റൂല. നിന്റെ വല്യച്ഛൻ എല്ലേടി എന്ന് ചോദിക്കും. ഇതാണ് പ്രാണനെടുക്കുന്ന പ്രണയത്തെ കുറിച്ച് നമ്മൾ പറയേണ്ടി വരുന്നത്. പ്രണയത്തിന് ഇസ്ലാം വലിയ സ്ഥാനം നൽകുന്നുണ്ട്. ആഫ്റ്റർ മാരേജ്, ബിഫോർ പറ്റൂല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഈ പറഞ്ഞതും അല്ലാത്തതുമായ നിരവധിയായ അനർത്ഥങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് പൂർവികരാകുന്ന മഹതികൾ സസൂക്ഷ്മം അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ടാണ് അവരിൽ ചാടിപ്പോയ കംപ്ലൈന്റ് നമുക്ക് കേൾക്കാതായത്. ആഖിറത്തിനെ കുറിച്ചുള്ള വിചാരമാണ് മുസ്ലിമിനെ മുന്നോട്ട് നയിക്കേണ്ടത്. ഞാൻ ഈ പ്രഭാഷണ വേദിയിലേക്ക് കയറിയിട്ട് കൃത്യം 1 മണിക്കൂറും 5 മിനിറ്റും നമ്മളൊക്കെ ഖബറിലേക്ക് അടുത്തു കഴിഞ്ഞു. കൃത്യം 1 മണിക്കൂറും 5 മിനിറ്റും നമ്മളൊക്കെ ഖബറിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞു. 40 വയസ്സ് ജീവിച്ചു എന്ന് അഭിമാനം പറയുമ്പോൾ അതിൻ്റെ വേറൊരു പ്രയോഗം നടത്തി നോക്കുക. 40 വർഷം ഞാൻ മരിച്ചു കഴിഞ്ഞു എന്ന്. 40 വർഷം മരിച്ചു കഴിഞ്ഞു. ഒരു 60 വയസ്സാണ് നമുക്ക് പടച്ചറബ് കണക്കാക്കിയതെങ്കിൽ അതിൽ നിന്ന് എത്ര ഇനി ബാക്കിയുണ്ട് നോക്കുക. എത്രയൊക്കെയാണ് നമ്മൾ സമയം എന്തിനൊക്കെയാണ് ചെലവഴിച്ചത് എന്ന് നോക്കുക. പ്രണയത്തിനും സംസാരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മെസ്സേജ് അയക്കാനും സല്ലപിച്ചിരിക്കാനൊക്കെ നമ്മൾ സമയം കളഞ്ഞോ? പ്രത്യേകം പരിശോധിക്കുക. എല്ലാവരുടെ ഫോണിലും ഉണ്ട് ഡിജിറ്റൽ എന്ന് പറയുന്ന ഈ ഒരു സംഭവം. എല്ലാവരുടെ ഫോണിലും ഉണ്ട്. അതുണ്ടാവണം നിർബന്ധമാണ്. ഒരു ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്തു ഇതിൽ എന്നുള്ളത് കൃത്യമായിട്ട് ഇതിൽ കാണും. എത്ര മണിക്കൂർ നമ്മളിത് ഉപയോഗിച്ചു, എത്ര മണിക്കൂർ ഉപയോഗിക്കുമ്പോൾ ഫേസ്ബുക്കിന് എത്ര, ഫോൺ വിളിക്കാൻ എത്ര, ഗൂഗിൾ പരിശോധിക്കാൻ എത്ര, വാട്സപ്പിന് എത്ര ടൈം, കോൾ ചെയ്യാൻ എത്ര ടൈം, ഇതൊക്കെ കൃത്യമായി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതും ഒന്നുകൂടെ നെക്കിയിട്ടുണ്ടെങ്കിൽ ഈ ആഴ്ചയിൽ മൊത്തം നമ്മുടെ എത്ര സമയം ഇതിനൊക്കെ വേണ്ടി ചെലവഴിച്ചു എന്നുള്ളതിൻ്റെ ഗ്രാഫിക് കിട്ടും. ഇടക്കിടക്ക് അതൊന്ന് പരിശോധിക്കുക. രാത്രി
ഇന്ന് ഞാൻ എത്ര ഇതിനു വേണ്ടി തൊലച്ചു കളഞ്ഞു എന്നുള്ള ഒരു വിചാരം വെക്കുക. സയ്യിദന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും രാത്രി കാര്യങ്ങളെ വിലയിരുത്തി ശരീരത്തെ സ്വയം പ്രഹരിക്കുമായിരുന്നു. നമ്മളെ മാതിരി തോന്നിയാസം ചെയ്തിട്ടല്ല, തെറ്റ് ചെയ്തിട്ടല്ല. ഇതിലപ്പുറം ഉമറെ നിനക്ക് നന്നാവാമായിരുന്നില്ലേ എന്നുള്ള ആത്മബോധം കൊണ്ട് തൻ്റെ പോക്കറ്റിൽ നിന്ന് ശമ്പളം നൽകിയിട്ട് ഒരു ജീവനക്കാരനെ വെച്ചിരുന്നു. അമീറുൽ മുഅ്മിനീൻ യാ ഉമർ യഅ്തികൽ മൗത്ത്, മരണം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ. ആ ചെറുപ്പക്കാരൻ ഭംഗിയായി മനോഹരമായി തൻ്റെ ജോലി നിർവഹിച്ചു. ഇടക്കിടക്ക് സയ്യിദന ഉമറുൽ ഫാറൂഖ് തങ്ങളെ കാണും. ദേ മരണം വരാനുണ്ട് കേട്ടോ എന്ന് പറയും. ഉമറുൽ ഫാറൂഖ് തങ്ങൾ റീഫ്രഷ് ആകും. ഇബ്ലീസ് ഒരു വഴിയിലും സയ്യിദന ഉമറുൽ ഫാറൂഖ് മറുവശത്തും വന്നാൽ ഉമറിനെ പേടിച്ച് ഇബ്ലീസ് ഓടിപ്പോകുമെന്ന് സയ്യിദുന ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി പ്രവചിച്ച മഹാത്മാവ്. ഔദഅ അല്ലാഹുൽ ഹഖ്ഖ അലാ യദി വലിസാനി ഉമർ, ഉമറിന്റെ നാക്കിലും കയ്യിലും അല്ലാഹു സത്യം നിക്ഷേപിച്ചുവെന്ന് മുത്തറസൂൽ പ്രശംസിച്ച മഹാൻ. ലൗ കാന ബഅദി നബിയ്യുൻ ലകാന ഉമർ, എൻ്റെ ശേഷം ഒരാൾ നബിയായി വരുമായിരുന്നെങ്കിൽ അതെൻ്റെ പ്രിയപ്പെട്ട ഉമറായിരിക്കുമായിരുന്നുവെന്ന് സയ്യിദുന ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി പുകഴ്ത്തിയ മഹാൻ. നേരെ സ്വർഗത്തേക്ക് പോകുന്ന 10 പേരെ എണ്ണിയപ്പോ മുത്തറസൂൽ രണ്ടാമതായി എണ്ണി പറഞ്ഞ ഉമർ ബിനുൽ ഖത്താബും ഫിൽ ജന്ന, ആ മഹാത്മാവ് രാത്രിയാകുമ്പോ അന്നത്തെ ജീവിതം അല്ലേ ചെയ്യും. എന്നിട്ട് ചുവരിലെടുത്തിട്ട് സ്വന്തം ശരീരത്തെ അടിച്ചുകൊണ്ടിരിക്കും അത്രേ. എന്തിന്? ഇതിലേറെ നന്നായിക്കൂടായിരുന്നു ഈ ദിവസം, ഇതിലേറെ ഉഷാറായിക്കൂടായിരുന്നു ഈ ദിവസം എന്ന് സ്വയം ചോദിച്ചുകൊണ്ട് അവിടുന്ന് ഒരു ജീവനക്കാരനെ വെച്ചു മരണം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ. ഒരു ദിവസം രാവിലെ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ആ ചെറുപ്പക്കാരനെ വിളിച്ചു. ഇനി നിന്റെ സേവനം എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു. സ്വാഭാവികമായും അയാൾ ഭയന്നു. എൻ്റെ കൃത്യനിർവഹണത്തിൽ വല്ല വിലോപം വന്നോ എന്ന് അദ്ദേഹം വിചാരിച്ചു. ഞാൻ ആ പണിയെടുത്തിൽ വല്ല കുറവും വന്നോ, എന്തേ പെന്നെ പിരിച്ചിടുന്നു. ഈ ആശങ്ക മനസ്സിലാക്കിയപ്പോ അമീറുൽ മുഅ്മിനീൻ സയ്യിദുന ഹബീബുന ഉമറുൽ ഫാറൂഖ് തങ്ങൾ ആ ചെറുപ്പക്കാരനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ നിന്റെ സേവനത്തിൽ വിലോപമുള്ളത് കൊണ്ടല്ല, നീ കൃത്യമായ രീതിയിൽ നിന്റെ ജോലി ചെയ്യാത്തത് കൊണ്ടല്ല. ഇതേ കറുത്ത് നീണ്ടു നിൽക്കുന്ന ഉമറിന്റെ താടിരോമങ്ങളിൽ കുറെ വെളുത്ത വെളുത്ത മുടിയിഴകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇനി നീ വേണമെന്നില്ല ഉമറേ, യഅ്തികൽ മൗത്ത്, മരണം വരുന്നു മരണം വരുന്നു മരണം വരുന്നുവെന്ന് എന്നെ ഓർമ്മിപ്പിക്കാൻ എൻ്റെ താടിരോമങ്ങളിലെ നരച്ച മുടികൾ ധാരാളം മതി. ഇങ്ങനെയാണ് സമൂഹം ജീവിച്ചത്. അങ്ങനെയാണ് അവർ സ്വർഗത്തിലേക്ക് നേരിട്ട് കരേറിപ്പോയത്. പ്രണയം ഒരു നൈമിഷിക വികാരമാണ്. കുടുംബം തകരുന്നു, ജീവിതം തകരുന്നു, പ്രാണൻ തന്നെ നഷ്ടപ്പെടുന്നു. എന്താവണമെന്ന് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ബോധത്തിലേക്ക് എത്തുക. എന്തിനാണ് ഒരു പെൺകുട്ടിയെ നശിപ്പിക്കുന്നു എന്നുള്ളത് വിചാരിക്കുക. പെൺകുട്ടികളും വിചാരിച്ചുകൊണ്ടിരിക്കുക, നമ്മളെ ഇതുവരെ വളർത്തുകയും നമുക്ക് വേണ്ടി ആത്മാർത്ഥമായും പ്രവർത്തിക്കുകയും ചെയ്ത് നമ്മുടെ മാതാപിതാക്കളെക്കാൾ അപ്പുറമൊന്നും നമ്മളെ കെയർ ചെയ്യാൻ എന്നോ വാട്സപ്പിൽ ഒരു വോയിസ് കേട്ടതിന് കാരണത്താൽ അല്ലെങ്കിൽ ഒരു മിസ്ഡ് കോൾ വന്നതിൻ്റെ പിറകെ പോയ ഈ ചെറുപ്പക്കാരൻ പര്യാപ്തനല്ലെന്ന് മനസ്സിലാക്കുക. പഠനമാണ് പ്രധാനമെന്ന് വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും മനസ്സിലാക്കുക. അങ്ങനെ ധർമ്മനിഷ്ഠമായി ജീവിക്കുമ്പോൾ ദുന്യാവിലും ആഖിറത്തിലും വിജയിക്കാൻ പറ്റും. അല്ല എങ്കിൽ ഓരോ ഇതുപോലത്തെ തോന്നിയാസം എക്സൈസ് എന്ന് പറഞ്ഞ് പുറത്തിറക്കിയിട്ട് അവിടുന്ന് ഒപ്പിക്കുന്നത് പല 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 കാരണങ്ങളാൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ല ദീനിൻ്റെ മേമ്പൊടി ചേർത്തുണ്ടാക്കുന്ന കുറേ അധർമ്മങ്ങൾ. ഇതിലൊന്നും വശംവദരാവാതിരിക്കുക, ജീവിതത്തെക്കുറിച്ച് നല്ല ബോധത്തോടുകൂടെ മുന്നോട്ട് പോകുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ലവരായി ജീവിക്കാൻ, നല്ലവരായി വളരാൻ, നല്ലവരോടൊപ്പം പരിശുദ്ധമാം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു സ്വർഗം നൽകി സന്തോഷിപ്പിക്കുമാറാവട്ടെ. നിരവധിയായ രോഗികളും പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. പടച്ച റബ്ബേ, എല്ലാവരെയും നീ സലാമത്തിലാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മസ്ജിദുകളുടെയൊക്കെ അടി തപ്പിയിട്ട് ആരുടെയോ ലിംഗം പരിശോധിക്കാൻ നിൽക്കുകയാണ്. പടച്ച റബ്ബേ, ഞങ്ങളുടെ സ്ഥാപനങ്ങളെ നീ സംരക്ഷിക്കണേ റഹ്മാനെ. നിയമങ്ങൾ കൃത്യമായ രീതിയിൽ വിവേചനം കാണിക്കുന്നത് ലോകരാജ്യങ്ങൾ മനസ്സിലാക്കി വരുന്നു. എന്നിട്ട് പോലും ഒരു മാറ്റത്തിന് പലരും തയ്യാറാകുന്നില്ല. പടച്ച റബ്ബേ, ഇസ്സത്തോടുകൂടെ ജീവിക്കാൻ, ഇസ്സത്തോടുകൂടെ മരണപ്പെടാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിം സമൂഹത്തിനും തലമുറക്കും നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അവരെ മാനിക്കുന്ന, അവകാശങ്ങൾ അനുവദിച്ചു കൊടുക്കുന്ന ഭരണാധികാരികളെ നൽകി അവരെ നീ സന്തോഷിപ്പിക്കണേ തമ്പുരാനെ. ഭരണാധികാരികൾക്ക് അത്തരം ഒരു നല്ല വിശാലമായ ചിന്ത നീ നൽകണേ റഹ്മാനെ.
അജ്മീർ ദർഗ മുതൽ ഓരോ ഇസ്ലാമിക സംസ്കാര സംരംഭങ്ങളും സ്ഥാപനങ്ങളും പരിശോധിക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പരിശോധിക്കാൻ വരുന്നത് ജയ് ശ്രീരാം എന്നൊക്കെ വിളിച്ചിട്ട് ഒന്നിച്ചാണ്. അതുകൊണ്ടാണ് ചില സാധു മനുഷ്യന്മാർ പ്രതിഷേധിക്കാൻ നിൽക്കുന്നത്. കൃത്യമായ അജണ്ട വെച്ചിട്ട് പരിശോധിക്കാൻ വരുമ്പോൾ അവര് വാപ്പയും വല്ലിപ്പയും വല്ലിപ്പാൻ്റെ വല്ലിപ്പയായിട്ട് ആരാധിച്ചു വരുന്ന പള്ളിയുടെ അടിമാന്തം വരുമ്പോൾ അവർ പ്രതിഷേധിക്കുക സ്വാഭാവികമാണ്. പടച്ച റബ്ബേ, ജനാധിപത്യപരമായ രീതിയിൽ ഞങ്ങൾക്ക് വിജയം നൽകണേ തമ്പുരാനെ. കോടതികൾ, സുപ്രീം കോടതിയിൽ നിന്ന് ഇപ്പോൾ ഷാഹി മസ്ജിദുമായി വന്ന അവസാനത്തെ വിധി വളരെ പ്രതീക്ഷാകരമാണ്. ചെറിയ കോടതികളൊക്കെ അത് തിരുത്താണ് ചെയ്തത്. പടച്ചോനെ, ആ ഒരു ജനാധിപത്യ ബോധ്യത്തിലേക്ക്, മതേതരത്വത്തിലേക്ക്, നാനാത്വത്തിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ സംവിധാനങ്ങളെയും നീ ഉയർത്തിത്തരണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.